പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാറി നിൽക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകളുടെ സന്ദർശനം മൂലം ചികിത്സയിൽ തടസ്സമുണ്ടായി എന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പ്രസ്താവനയാണ് ഇന്ന് ചർച്ചയ്ക്ക് കാരണമാകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ PM മനോജ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ സുരേഷ് BJP നേതാവ്, ഒപ്പം IMA മുൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ T സുരേഷ് കുമാർ എന്നിവർ. ഡോക്ടർ T സുരേഷ് കുമാർ, ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ രമേശ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി വന്നത് തെറ്റായിപ്പോയി എന്നല്ല, അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്, ആ രീതിയിലുള്ള തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ VVIPകളുടെ സന്ദർശനം മൂലം പല രോഗികൾക്കും അരമണിക്കൂറോളം ചികിത്സ വൈകാനിടയായിട്ടുണ്ട്, അല്ലെങ്കിൽ തടസ്സപ്പെട്ടു എന്ന്. പലരും VVIPകളോടൊപ്പം വന്ന് ഈ സന്ദർശകർക്ക് വിലക്കുള്ള സാധാരണ രീതിയിൽ കവിഞ്ഞ് വിലക്ക് ഉണ്ടാകേണ്ട സാഹചര്യങ്ങളിൽ തടസ്സമുണ്ടാക്കി എന്ന്. അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? പ്രത്യേകിച്ചൊരു മാസ് കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട ധാരാളം പ്രോട്ടോകോൾസ് നമുക്ക് ഉണ്ട്. പക്ഷേ ഇത്തരം മാസ് കാഷ്വാലിറ്റീസ് പൊതുവേ നമ്മുടെ നാട്ടിൽ സാധാരണമായി കാണാത്തത് കൊണ്ട് ആയിരിക്കാം പല പ്രോട്ടോകോൾസിനും അതിന് കിട്ടേണ്ട പ്രാധാന്യത്തോടുകൂടിയുള്ള പ്രാധാന്യം കിട്ടുന്നില്ല. കാരണം ഒരു മാസ് കാഷ്വാലിറ്റി വരുമ്പോൾ അവിടെ ആ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള അവിടെ നിൽക്കുന്ന നാട്ടുകാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാരാണ് അവിടെ സന്ദർശിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും കാഷ്വാലിറ്റി മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാർ, പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് തന്നെ കൂടുതൽ ആൾക്കാർ, ഡോക്ടർമാരായാലും നഴ്സുമാരായാലും മറ്റ് സഹപ്രവർത്തകരൊക്കെ ധാരാളം വേണ്ട ഒരു സമയത്ത് അവിടെ ഒരു സ്പേസിൻ്റെ ഒരു പ്രശ്നം വരും. എത്ര വലിയ ആശുപത്രിയാണെങ്കിലും ഒരു സ്പേസിൻ്റെ പ്രശ്നം വരും. അതുപോലെ അതിൻ്റെ പ്രോട്ടോകോൾസ്, മറ്റ് തിയേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള എല്ലായിടത്തും ഒരു തരം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ആണ് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിനോടൊപ്പം ഒരു VIP വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടിൻ്റെ പ്രധാനമന്ത്രിക്ക് വരാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ സുരേഷ് കുമാർ, നമ്മൾ പ്രധാനമന്ത്രിയുടെ ആ ഡെസിഗ്നേഷൻ വെച്ചുള്ള ഏതൊക്കെ സൗജന്യങ്ങൾ എന്നുള്ള വിഷയമല്ല ആദ്യം എടുക്കുന്നത്. ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഈ രീതിയിൽ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. ഡോക്ടർമാർക്ക് സാധാരണ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് വളഞ്ഞെങ്കിലും ഈ രീതിയിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇതിൽ കൃത്യമായി നമ്മൾ മുൻകരുതൽ എടുക്കേണ്ട, ഭാവിയിലെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില സൂചനകളില്ലേ? വളരെയധികമുണ്ട്. ഇത് വന്നത് തന്നെ ഇതൊരു അവസരമാണ്. കാരണം പല ചികിത്സകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കാഷ്വാലിറ്റിയിൽ വാർഡുകളിൽ അധികം സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടതല്ലാത്ത ഒരു താരതമ്യേന കുറവായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കാഷ്വാലിറ്റിയുടെ ഓപ്പറേഷൻ, പെട്ടെന്നുള്ള എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, അത് കഴിഞ്ഞിട്ടുള്ള തിയേറ്റർ, അത് കഴിഞ്ഞ് വാർഡ് തുടങ്ങിയിട്ടുള്ള എല്ലായിടത്തും കഴിയുന്നതും ആൾക്കാർ വളരെയധികം കുറച്ച് ആൾക്കാർ മാത്രമേ കയറാൻ പാടുള്ളൂ. അതാണ് രോഗിയുടെ ചികിത്സയ്ക്ക് വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ആൾക്കാർ കൂടുതൽ വരുന്നു എന്നുള്ളതാണ്. അപ്പം അത് കാണാനും, പ്രധാനമന്ത്രി കാണാനും, ഒരു വലിയ ലീഡർ വരുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് തന്നെ വന്നാലും ആ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഡോക്ടർ രമേശ് പറഞ്ഞതനുസരിച്ച് അരമണിക്കൂറോളം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പുറത്തു നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാണ്? അതൊരു സെക്യൂരിറ്റി പ്രോട്ടോക്കോളിൻ്റെ ലംഘനമായിട്ട് ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. കാരണം അതിന് ഉള്ള എക്വിപ്ഡ് ആയിരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അതിനൊരു സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ് വളരെ സ്ട്രോങ് ആയിട്ട് പാലിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് അതിനകത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വീഴ്ച തന്നെയാണ്. അതിനകത്ത് ഒരിക്കലും പ്രധാനമന്ത്രി നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രധാനമന്ത്രിയുടെ കാര്യം നമുക്ക് അന്വേഷിക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഇവിടെയുള്ള സർക്കാരാണ്. ഈ കാര്യത്തിൽ സുരക്ഷയിൽ ചില പാളിച്ചകൾ, ആരുടെ സുരക്ഷയാണെന്നുള്ളത് ഒന്നുകൂടി എടുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ രോഗികൾ, പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾ, അവരുടെ സുരക്ഷയാണ് പ്രധാനം. ആ സുരക്ഷയിൽ വീഴ്ചയുണ്ടായിരിക്കുന്നു. അത് ഡോക്ടർ തന്നെ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് നോക്കേണ്ട ആൾ ആരാണ്? ഈ സർക്കാരാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്താണ് ഇന്ന് ഈ ഡയറക്ടർ പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിച്ചത്? അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന്. നിങ്ങൾക്കിത് മനസ്സിലാകാത്തതാണോ മനസ്സിലാക്കാത്തതാണോ? അല്ലല്ല, ഈ പറയുമ്പോൾ
ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിഞ്ഞ ഒരു ദേശീയ ദുരന്തമായി നമ്മൾ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്നുണ്ടായ ഒരു അത്യാഹിതവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അവിടെ പിന്നെ മുഴുവൻ ആളുകളെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അവർക്ക് അടിയന്തര ചികിത്സ സഹായം നൽകുന്നതിനുമൊക്കെ നമ്മൾ നടപടിയെടുത്തു. തുറന്നു പറഞ്ഞാൽ പ്രധാനമന്ത്രി വന്നതും അദ്ദേഹത്തോടൊപ്പം മെഡിക്കൽ സംഘം വന്നതും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒറ്റക്കെട്ടായി ശ്രീ ജ്യോതികുമാർ നമുക്ക് വളരെ ചുരുക്കം സമയമായതുകൊണ്ട് ഞാൻ തുറന്ന് നേരിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അരമണിക്കൂർ ചികിത്സ തടസ്സപ്പെട്ടു എന്ന്. അതിൽ മറ്റൊരർത്ഥം ഇനി കണ്ടെത്തേണ്ടതുണ്ടോ? അത് തന്നെയല്ലേ അർത്ഥം? ആ അർത്ഥം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? അല്ല, അരമണിക്കൂർ ചികിത്സ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്രധാനമന്ത്രിയും VIPസും പരമാവധി മെഡിക്കൽ കോളേജിലായാലും കൊല്ലം ജില്ലാ ആശുപത്രിയിലായാലും ഒക്കെ ഉണ്ടായിരുന്നത് പരമാവധി 10 മിനിറ്റ് മാത്രമാണ്. അവർ സ്വാഭാവികമായും ഈ അവരുടെ വരവിനും പ്രത്യേക മിഷൻ ഉണ്ടാവാം. കാരണം പ്രത്യേകിച്ച് നേരിട്ട് ഒരു ജ്യോതികുമാർ 10 മിനിറ്റ് പ്രധാനമന്ത്രി അവിടെ ഒരു ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ 3-4 മണിക്കൂറാണ് ആ സ്ഥലം നിശ്ചലമാകുക. ഇവിടെ അരമണിക്കൂർ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊരു പക്ഷേ ഒരു സൗജന്യം നിങ്ങളോട് കാട്ടിയതാകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒന്നും പേരിൽ ഒരു ഡോക്ടറെ പുറത്താക്കുകയോ ഒരു നഴ്സിനെ പുറത്താക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടി വളരെ ക്ലിയറായി രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ DGP ഒരു കാര്യം പറഞ്ഞു പത്രക്കാരോട്, ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ വേറെ രീതിയിലുള്ള കാര്യം പറഞ്ഞു. ഇത് രണ്ടും നിങ്ങൾ ഒന്നുകൂടി കണ്ണുരുട്ടുമ്പോഴേക്കും വേറെ രീതിയിലാക്കി അവർ പറയും. പക്ഷെ അതുകൊണ്ട് ഈ പശ്ചാത്തലം മാറുന്നില്ലല്ലോ. ഈ കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? അല്ല, അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെ ഒരു ഭാഗം പറയുമ്പോൾ മറുഭാഗം നമ്മൾ കാണാതെ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം തീർച്ചയായും ഇത്രയും മറുഭാഗം നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഈ ഒരു ഭാഗത്തെക്കുറിച്ച്, ചികിത്സ മുടങ്ങിയതിനെ കുറിച്ച് ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പരിഹാരം? അല്ല, ചികിത്സ മുടങ്ങിയെന്നാരും പറഞ്ഞിട്ടില്ല. DHS പോലും പറഞ്ഞിട്ടില്ല ചികിത്സ മുടങ്ങിയെന്ന്. അരമണിക്കൂർ ഡോക്ടർമാർക്ക് മാറി നിൽക്കേണ്ടി വന്നു. അല്ലല്ല, ഒരു ഡോക്ടറെയും മാറ്റി നിർത്തിയിട്ടില്ല, ഒരു ഡോക്ടറെ എങ്ങും മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടില്ല, DHS പറഞ്ഞിട്ടുമില്ല. DHS പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. സ്വാഭാവികമായി ഒരു VIP ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സന്ദർശിക്കുകയും അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഇത്തരം. ശ്രീ ജ്യോതികുമാർ, നിങ്ങളുടെ ഒരു പ്രശ്നം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം ശ്രീ രാഹുൽ ഗാന്ധി കൂടി അതിനകത്ത് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ഈ കാര്യങ്ങളിൽ ഡോക്ടറുടെ ഭാഗത്തും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഭാഗത്തും നിൽക്കാമായിരുന്നു. അതില്ലാതെ വന്നതാണോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്? അല്ല, ലാല് കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ ഒരു രാഷ്ട്രീയ കണ്ണോട് ഈ വിഷയങ്ങളെ കാണരുത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞതിനകത്ത് രാഷ്ട്രീയം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ സമയം തരണ്ടേ? ഞാൻ ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്ത് അനാവശ്യമായി രാഷ്ട്രീയം വലിച്ചിഴക്കരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വന്നു, ശരിയാണ്, അവരൊക്കെ വരേണ്ടവരാണ്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം സ്ഥിതിഗതികൾ ഉണ്ടാകുമ്പോൾ വരാറ് പതിവാണ്. അവരെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന പോലെ സംഭവിച്ചിട്ടുള്ളൂ. അവരിവിടെ വന്നു, അതിൽ നിന്നുണ്ടായ ഊർജ്ജം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അവർ വന്നുകൊണ്ടുണ്ടായ ഇതിനകത്ത് വെറുതെ രാഷ്ട്രീയം കൂട്ടിച്ചേർക്കരുത്. അങ്ങ് പറഞ്ഞത് തന്നെയാണ് രാഷ്ട്രീയം. നിങ്ങൾ തുടങ്ങുന്നത് തന്നെയാണ് രാഷ്ട്രീയം. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അവിടുത്തെ വിഷയമുണ്ടായപ്പോൾ ഈ പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന കാര്യത്തിലായാലും മുഴുവൻ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും ഡെഡ് ബോഡികൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും. ജ്യോതികുമാർ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി വന്നത് വളരെ ആശ്വാസമായി എന്നാണ്. അതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി വന്നതും വളരെ ആശ്വാസമായി. അടുത്ത ദിവസം വന്ന യെച്ചൂരിയെ കുറിച്ചും പേരിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആശ്വാസമായത് മുഖ്യമന്ത്രിക്കാണ്, അല്ലെങ്കിൽ സർക്കാരിനാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന രോഗികൾക്ക് അരമണിക്കൂർ നേരം ആശ്വാസം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നില്ല. ഒരു രോഗിയും അങ്ങനെ പരാതിപ്പെട്ടിട്ടില്ല. രോഗികൾ ചിലരൊക്കെ പിന്നീട് മരിച്ചുപോയവരുമുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞു പോരുത്. ഇത്തരം വിഷയങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വളരെ അത്യാസന്നതയിലായ ആളുകളാണ് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടില്ല. അല്ലേ, ദുരന്തമുണ്ടാകുന്നത് വെളുപ്പിന് 3:20 12 മണിക്കൂറിനകം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷത്തെ പ്രമുഖനായ നേതാവും ഒക്കെ ഈ സ്ഥലത്തെത്തി. ഈ 12 മണിക്കൂർ കഴിഞ്ഞ് ഈ ക്ഷേത്ര മൈതാനത്ത് എത്തുമ്പോൾ അവിടെ എന്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഇനി എന്ത് പ്രാഥമികമായ പ്രശ്നങ്ങളാണ് അവിടെ അവശേഷിച്ചിരുന്നത്? മുഴുവൻ അടുത്ത ദിവസമാണ് ചില ശരീര അവശിഷ്ടങ്ങൾ പല ഭാഗത്തും കിട്ടിയത്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് DGPയും ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത്? അതൊക്കെ അവരോട് ചോദിക്കണം. ഇവിടെ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ഇതിനകത്ത് രാഷ്ട്രീയം കാണാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവർക്കുണ്ടായ ചില ചെറിയ പ്രധാനമന്ത്രിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് അന്നത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ വാർഡുകളിൽ കറങ്ങിയ ആളാണ് താങ്കളും.
താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തവകാശമാണ് അതിനുണ്ടായിരുന്നത്? പ്രധാനമന്ത്രി ഇങ്ങനെ പ്രോട്ടോകോൾ പോലും മാറ്റിവെച്ച് അവിടെ സന്ദർശിച്ചാൽ പോലും ഡോക്ടർമാർക്ക് ഈ പരാതി ഇല്ല എന്നാണ് അവർ രണ്ടാമത് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ കാണിച്ച ആ സന്ദേശത്തിലൂടെ അവിടെ കടന്നു കയറിയ ആളുകൾ മൂലം ഉണ്ടായ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ലാല് ഇപ്പോൾ ഈ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വസ്തുതകളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് BJPയുടെ നേതാക്കന്മാരെന്ന നിലയിൽ ഞങ്ങൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോയിരുന്നു, മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ICUവിൽ കയറുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ആരും കയറിയിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ്വൽസ് പരിശോധിക്കാം. ഇത്തരത്തിൽ സുരേഷ്, അല്ല, എന്റെ ആക്ഷേപമല്ല. ഇന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. VVIPകൾ സന്ദർശനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്നപ്പോൾ, ശ്രീ രാഹുൽ ഗാന്ധി വന്നപ്പോഴും അവിടെ ചികിത്സ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം DGP TP സെൻകുമാറും പറഞ്ഞിട്ടുണ്ട് പത്രക്കാരോട്. ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് BJPയുടെ ഒരു MP പറഞ്ഞിരിക്കുന്നത് ആ DGPയെ സംസ്ഥാന സർക്കാർ നടപടിയെടുത്ത് മൂലക്കിരുത്തണം എന്നാണ്. ഡോക്ടർ ലാൽ, എനിക്ക് പറയാനുള്ളത്, താങ്കൾ എനിക്ക് പറയാൻ അവസരം തരണം. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോൾ ഈ നാട്ടിലെ 3.25 കോടി മലയാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ദുരിതം അനുഭവിച്ചവരുടെ കണ്ണീരൊപ്പാനായിട്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്തെത്തുകയും ആ സംഭവസ്ഥലം സന്ദർശിക്കുകയും ആശുപത്രി സന്ദർശിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു ഇത്രയും വലിയ അത്യാഹിതം സംഭവിക്കും. നമ്മളിത് കഴിഞ്ഞ 3-4 ദിവസമായി ചർച്ച ചെയ്യുന്നതാണ്. അതെനിക്കറിയില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിചാരിച്ചാൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യം നിഷ്പ്രയാസം നടക്കുന്നതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി. ഇതുപോലെ അല്ല, ഇതിനപ്പുറമുള്ള അപകടം നടന്നാലും അദ്ദേഹത്തിന് ഇതിനേക്കാൾ വേഗത്തിൽ വേണമെങ്കിൽ അവിടെ സന്ദർശിച്ച് എത്താൻ സാധിക്കും. അത് അദ്ദേഹം തെളിയിച്ചു. ചോദ്യം അതല്ല. ഈ കാര്യങ്ങൾ നോക്കി നടത്തുന്ന, ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന, ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ സ്വയം പറയുന്നതോ അവരെ കൊണ്ട് പറയിക്കുന്നതോ നിങ്ങൾ ചിലയിടത്തൊക്കെ പറഞ്ഞതുപോലെ ഇതിലിവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു അസഹിഷ്ണുതയാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു. ഇവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേരളത്തിനൊരു അത്യാഹിതം സംഭവിക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കാത്ത അസഹിഷ്ണുത, ബൗദ്ധിക അസഹിഷ്ണുതയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അസഹിഷ്ണുതയാണ്. അനുരാഗ് ഠാക്കൂർ, നിങ്ങളുടെ BJP നേതാവ് പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഈ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാൻ? ഡോക്ടർ ലാൽ, ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എന്റെ ഉത്തരം ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കുക. എന്റെ പോയിന്റ്, ഇത് ഒരു അസഹിഷ്ണുതയുടെ ഭാഗമാണ്. അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് വെറുതെ അദ്ദേഹം ഇങ്ങ് വരികയില്ലായിരുന്നു. എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ എത്തിച്ച് ഇതിന്റെ എക്സ്പെർട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടെ കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അയച്ചു തന്നതിന് കേരളം എന്നും അദ്ദേഹത്തോട് നന്ദിപൂർവ്വം സ്മരിക്കും. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു അപകടമാണെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഇന്നും അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടില്ല. അതിന് എന്താണ് തടസ്സമെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത്ര വലിയ സംഭവമാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എയർ ആംബുലൻസ് ഇവിടെ അയക്കാൻ അദ്ദേഹത്തിന് കൂടെ വരേണ്ടതില്ലായിരുന്നു. അദ്ദേഹം വന്നതുകൊണ്ടുണ്ടായ തടസ്സം ഒഴിവാക്കാമായിരുന്നു. തൊട്ടടുത്ത ദിവസം കേരളം അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിന് ഒരു അത്യാഹിതം സംഭവിച്ചപ്പോൾ ഇവിടെ ഓടിയെത്തിയതിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്കും മതത്തിനും അതീതമായി കേരളം ഉള്ളുകൊണ്ട് സ്വീകരിക്കുകയായിരുന്നു. അതിലുള്ള അസഹിഷ്ണുത കൊണ്ട് ഈ കാര്യത്തിൽ BJPയും ഒരു പക്ഷേ ഈ കാര്യത്തിൽ രണ്ട് തട്ടിലല്ല. അവർ പറഞ്ഞു കഴിഞ്ഞു, പ്രധാനമന്ത്രി രാഷ്ട്രീയം കാണേണ്ടതില്ല, പക്ഷെ പ്രധാനമന്ത്രിയും ഒപ്പം സംസ്ഥാന സർക്കാരും ഒരുമിച്ച് ആശ്വസിക്കുന്നതാണ് ആ ദിവസത്തെ VVIP സന്ദർശനങ്ങളും തുടർ നടപടികളും ഒക്കെ തന്നെ. പക്ഷെ ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഈ DGPയും ഒക്കെ സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ ആദ്യം പറയുകയും പിന്നെ മറച്ചും തെളിഞ്ഞും ഒക്കെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്താണ് സത്യം? ശ്രീ സുരേഷ് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. ഇത് ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്.
ദുരന്തം നടന്ന സ്ഥലത്ത് പോയി സെൽഫി എടുക്കുക എന്ന മനോഭാവം യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഇവിടെ വരാൻ അവസരമുള്ള ഒരു ദുരന്തമാണ് നടന്നത്. ദേശീയ ദുരന്തമായിട്ട് BJP പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ദേശീയ ദുരന്തത്തോളം തന്നെ പ്രാധാന്യമുള്ള അത്രയും അപകടങ്ങളുണ്ടായ ഒരു ദുരന്തമാണ്. ആ ദുരന്തം സംഭവിച്ചാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതാണ് മനോഭാവത്തിൻ്റെ പ്രശ്നം. പ്രധാനമന്ത്രിക്ക് എയർ ആംബുലൻസ് അയക്കാം, ആരോഗ്യ സംഘത്തെ അയക്കാം, മറ്റെല്ലാ പരിമിതികളും മാറ്റി വെച്ചുകൊണ്ട് ഫണ്ട് റിലീസ് ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. എന്നാൽ താൻ തന്നെ അവിടെ ചെന്ന് ഇത് കാണണം എന്ന് പറയുന്നതാണ് സെൽഫി എടുക്കാനുള്ള ആ ഒരു ആർത്തി. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സമീപനം സെൽഫി എടുക്കാൻ നടക്കുന്ന വൃത്തികെട്ട സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് വെടിക്കെട്ടിന്റെ പേര് ചർച്ചയിൽ വെടിക്കെട്ട് നടത്തരുത്. രാഷ്ട്രീയം കാണരുത്. ഇവിടെ നടക്കുന്ന ചർച്ചയിൽ താങ്കൾ വെടിക്കെട്ട് ഡയറക്ടറും DGP നടപടിയെടുക്കണം. അല്ല, ഈ ഗുണ്ടായിസ് ഇവിടെ വേണ്ടെന്നാ ആദ്യം പറയാനുള്ളത്. ഇവിടെ വെടിക്കെട്ട് നടത്തുന്നില്ല. പ്രധാനമന്ത്രിയും RSSന്റെ വെടിക്കെട്ട് മര്യാദ സംസാരിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി അവഹേളിക്കരുത്. ചർച്ച ആരോഗ്യപരമായ ചർച്ച ഇതല്ല. ഈ കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിങ്ങൾ മരിച്ച ശരീരങ്ങളോട് സാധാരണഗതിയിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുകയാണ് വേണ്ടത്. അതിന് എയർ ആംബുലൻസ് അയക്കാം, ഔദ്യോഗിക സംഘത്തെ അയക്കാം, ശുശ്രൂഷാ സംഘത്തെ അയക്കാം, ഫണ്ട് റിലീസ് ചെയ്യാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ ഫണ്ട് റിലീസ് ചെയ്യണം എന്ന് പറയാം. ഇതിനൊക്കെ ഉപരിയായിട്ട് ഇവിടെ എന്താ സംഭവിച്ചത് നമ്മളെല്ലാം ചാനലുകളിൽ കണ്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു, കൂടെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടി എന്താ? ഈ ദുരന്തം മഹാദുരന്തമാണ്. 1114 പേര് പരിക്കേറ്റ് കിടക്കുന്നു, 100 ചില്ലുവാനം പേര് മരിക്കുന്നു, മഹാദുരന്തം. ആ സമയത്ത് ഈ ഉമ്മൻചാണ്ടിയും അതുപോലെ കേരളത്തിൻ്റെ മന്ത്രിമാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ BJP-ക്കാർ പോയതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അവരെവിടെയോ പോയിക്കോട്ടെ, അത് നമ്മൾ വിഷയമല്ല. പക്ഷേ കേരളത്തിൻ്റെ സർക്കാർ മെഷീനറികളെ പോലും സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു പരിധിവരെ കുറേ നേരത്തേക്ക് ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്ത പ്രതീതി സൃഷ്ടിക്കാൻ ഈ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള സന്ദർശനം കാരണമായി. അതാണ് ചർച്ച ചെയ്യേണ്ടത്. ശ്രീ സീതാറാം യെച്ചൂരി അടുത്ത ദിവസമാണ് സന്ദർശിച്ചത് ഈ പരവൂരൊക്കെ. തലേ ദിവസം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയതാണോ, അതോ ഒരു ആദർശത്തിന്റെ ഭാഗമായി തന്നെ നിങ്ങൾ ആ കാര്യം ഒഴിവാക്കുക? സോണിയാഗാന്ധിയായിട്ട് വോട്ട് പിടിച്ചു നടക്കായിരുന്നു. വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം നമ്മൾ കാണേണ്ടതില്ല. അല്ല, രാഷ്ട്രീയമാണ്. ബംഗാളിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ചു PM മനോജിനോട് അസഹിഷ്ണുത എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരും സംസാരിച്ചു. ശ്രീ ജ്യോതികുമാർ വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ മര്യാദയില്ലാതെ സംസാരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ തമ്മിൽ സംസാരിക്കരുത്. ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഇതിന്റെ ഒന്നാം ഘട്ടത്തിൽ എല്ലാ അതിഥികളോടും ഞാൻ ചോദ്യം ചോദിക്കുന്നു. അതിഥികൾക്ക് സൗകര്യമുണ്ടെങ്കിൽ മറുപടി പറയാം. നിങ്ങൾ തമ്മിൽ സംസാരിക്കരുത്. നിങ്ങളുടെ ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ മുഴുമിക്കട്ടെ. RSSന്റെ മര്യാദയല്ല എൻ്റെത്. ഈ ഇതുപോലുള്ള ഒരു ചാനൽ ചർച്ചയിൽ വന്ന് നിന്നിട്ട് ആളുകളെ മര്യാദ പഠിപ്പിക്കാനും ഗുണ്ടായിസം കാണിക്കാനും നിൽക്കുന്നത് ശരിയല്ല. അത് എന്റെ ചോദ്യം ഇതാണ്. ഈ യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ അടുത്ത ദിവസമാണ് വന്നത്. ഈ കാര്യത്തിൽ ചില നേതാക്കൾ തലേ ദിവസം സന്ദർശിച്ചു. ആ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറും സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ 2 ദിവസം കഴിഞ്ഞാണെങ്കിലും പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവിയിലേക്ക് കൂടി ആവശ്യമുള്ളതല്ലേ? ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഡോക്ടർ ലാൽ, സഖാവ് സീതാറാം യെച്ചൂരി തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് എനിക്ക് ഇന്നലെ സന്ദർശിക്കാമായിരുന്നു, പക്ഷേ അവിടെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടരുത് എന്നത് കൊണ്ടാണ് ഞാൻ സന്ദർശിക്കാതിരുന്നത് എന്ന് സഖാവ് സീതാറാം യെച്ചൂരി പിറ്റേന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം പാളിച്ചല്ല, മോഡിയുടെ ഒരു പ്രഭാവം ഉണ്ടല്ലോ. മോഡി വന്നപ്പോൾ മുഴുവൻ മാധ്യമങ്ങളും ഇതാ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പ്രധാനമന്ത്രി നേരിട്ടെത്തി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് കുറയ്ക്കരുതല്ലോ. അവർ രാഹുൽ ഗാന്ധിയും വരുത്തി. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ DGP-യാണ്, പോലീസ് തലവനാണ് പറഞ്ഞത് ഇവർ 2 പേരും വന്നത് തടസ്സമായി എന്ന്.
ഞങ്ങളാരും പറയുന്നില്ല, പ്രതിപക്ഷാരും പറയുന്നതല്ല. കേരളത്തിൽ അതിനെ സാധൂകരിക്കുന്ന നിലയിൽ ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ചർച്ച. ജ്യോതികുമാർ ചാമക്കാല, പ്രധാനമന്ത്രി വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം വന്നാൽ ഈ എയർ ആംബുലൻസും കൂടെ കൊണ്ടുവരാൻ പറ്റും, ചില കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് തരാൻ പറ്റും, ഈ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ പറ്റും. നടത്തിയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിൻ്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനമന്ത്രിയെ നമ്മൾ മാറ്റി നിർത്തിയാൽ രാഹുൽ ഗാന്ധി വന്നത് ശ്രീ PM മനോജ് പറഞ്ഞതുപോലെ ഒരു ഉദ്ദേശം തന്നെ ആയിരിക്കില്ലേ? അല്ല, രാഹുൽ ഗാന്ധി വന്നതിന് അതാണ് ഉദ്ദേശമെങ്കിൽ പിറ്റേന്ന് വന്ന പ്രകാശ് കാരാട്ടിനും അത് തന്നെയാണ് ഉദ്ദേശം. ശരി, അത് പിറ്റേ ദിവസം വന്നാൽ പോരായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവരൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ എത്രയൊക്കെ വികാരപരിതരായപ്പോഴും ഞാൻ മിണ്ടാകുന്ന ഒരാളാണ്. അവരോട് നിങ്ങൾ സംസാരിക്കേണ്ട, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോടൊക്കെ ഇടപെടുന്നു. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള അവസരമെങ്കിലും തരണം, ഇല്ലെങ്കിൽ അത് ഏകപക്ഷീയമായി പോകും. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത്. രാഷ്ട്രീയമല്ല. ഈ ഉത്തരം കഴിയുമ്പോൾ ശ്രീ ജ്യോതികുമാർ തരേണ്ട ഒരു ഉത്തരം ഇതാണ്. അതായത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു അവിടെ ചികിത്സയ്ക്ക് പ്രശ്നമുണ്ട്. ഇതാ ഇവിടെ ഒരു ആരോഗ്യ വിദഗ്ധൻ ഉണ്ട്, ഡോക്ടറുണ്ട്, IMAയുടെ മുൻ സംസ്ഥാന ഭാരവാഹിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു കാഷ്വാലിറ്റി നമുക്കറിയാലോ, ആശുപത്രികളിൽ വിസിറ്റിംഗ് ടൈമുണ്ട്. ആ സമയത്തല്ലാതെ ICUയിൽ പോയി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ഇടയാക്കും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സീരിയസ് പ്രശ്നങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമല്ല, ഇത് ചികിത്സയാണ്, ആരോഗ്യ പ്രശ്നമാണ്. ആ കാര്യത്തിൽ തടസ്സമുണ്ടായി എന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറയുന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കണ്ടേ ശ്രീ ജ്യോതികുമാർ? അല്ല, അത് കാര്യമായിട്ട് എടുക്കണം. ഞാൻ അതിന് മുമ്പ് ഒരു മറുപടി പറഞ്ഞോട്ടെ. അങ്ങ് ചോദിച്ചല്ലോ ശ്രീ രാഹുൽ ഗാന്ധി എന്തിനാണ് വന്നതെന്ന്. തീർച്ചയായും ഇന്ത്യയിലെ മുൻ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയുടെ മുഖ്യ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കുമായിരുന്നു? വരും, അടുത്ത ദിവസം വന്നില്ലെങ്കിൽ ചോദിക്കും. തീർച്ചയായും എപ്പോൾ വരണം? അത് അവിടെ ഞാൻ ചോദിക്കുന്ന ഈ ദുരന്തം നടന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എന്തെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഒഴിവാക്കാനാണ് അദ്ദേഹം വന്നത്. തീർച്ചയായും നിങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ട. നിങ്ങൾക്ക് ഇതിനകത്തെല്ലാം ക്ഷീരമുള്ള ഒരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നതുപോലെ നിങ്ങൾക്ക് എന്നും ഇതിനകത്ത് രാഷ്ട്രീയമായി കാണാൻ കഴിയും. എന്റെ ചോദ്യം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് അങ്ങോട്ട് തരിക എന്നുള്ളതാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രീ PM മനോജ് പറഞ്ഞു ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിയോടൊപ്പം പോയി. പ്രധാനമന്ത്രി അവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ പറഞ്ഞു പ്രോട്ടോകോൾ ആരും പാലിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്. പക്ഷേ പ്രധാനമന്ത്രിയോടും രാഹുൽ ഗാന്ധിയോടും ഒക്കെ ഒപ്പം ഹോസ്പിറ്റലിൽ പോയ ശ്രീ ഉമ്മൻചാണ്ടി അന്ന് സഞ്ചരിച്ച ദൂരം, അദ്ദേഹം നടത്തിയ മീറ്റിങ്ങുകൾ, അദ്ദേഹം നടത്തിയ സ്പെഷ്യൽ ക്യാബിനറ്റ്, അദ്ദേഹം നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മറന്നുകൊണ്ട് ശ്രീ PM മനോജ് സംസാരിക്കരുത്. അവിടെ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ സർക്കാർ നടപ്പാക്കി. ശ്രീ ജ്യോതികുമാർ, അങ്ങനെയാണ് അങ്ങ് പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരുന്ന ചില കാര്യങ്ങളുടെ പേരിലാണ് ആ അപകടം ഉണ്ടായത്. ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദരേഖയാണ് നമുക്ക് ഇപ്പോൾ തരാനുള്ളത്. ഈ കരാറുകാരനായ സുരേന്ദ്രൻ്റെ മകൻ ദീപു ആശുപത്രിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നതിനിടയിൽ ആണ് നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ ലഭ്യമായിട്ടുള്ളത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്നത് മത്സരക്കമ്പം തന്നെയെന്ന് വെളിപ്പെടുത്തൽ. കരാറുകാരൻ സുരേന്ദ്രൻ്റെ മകൻ ദീപുവിൻ്റേതാണ് വെളിപ്പെടുത്തൽ. വെടിക്കോപ്പുകൾ രഹസ്യമായി സൂക്ഷിച്ചത് ശാർക്കര ക്ഷേത്രത്തിൽ. രാത്രിയിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്ക് വെടിക്കോപ്പ് കൊണ്ടുവന്ന വാഹനത്തിന് വഴിയൊരുക്കിയത് പോലീസ് എന്നും ദീപു പീപ്പിളിനോട് പറഞ്ഞു. ദീപു സുരേന്ദ്രന്റെ മകനല്ലേ? അതെ മകനാണ് സാറേ. അത് അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഞാൻ പുള്ളിയുടെ ഇളയ മകനാണ്. ഓക്കെ. എനിക്ക് ഇതില് ലൈസൻസോ എനിക്ക് സംവിധാനങ്ങളോ ഇതിലില്ല. ഈ പടക്കവുമായിട്ടുള്ള യാതൊരു ഇതും എനിക്കില്ല. ഓക്കെ. ഹലോ, ഏതൊരു കാര്യവും എനിക്ക് ഇതിൽ, അതായത് ലൈസൻസിന്റെ പേരിലല്ല, ഇതിന്റെ എഗ്രിമെന്റോ അങ്ങനെ ഒന്നും ഇതിലൊന്നും. അതായത് ഇവർ എഗ്രിമെന്റ് എഴുതാൻ പോകുന്ന സമയത്തോ അതല്ലാതെ 2 ദിവസം കഴിഞ്ഞ് പോലീസിനെ കാണാൻ പോകുന്ന അച്ഛൻ വീട്ടിൽ പറഞ്ഞായിരുന്നു. അന്നോ ഇതിലൊന്നിനും എനിക്ക് യാതൊരു ഇൻവോൾവും ഇല്ല. അമ്പല കമ്മിറ്റിക്കാർക്ക് പോലും എന്നെ അറിയത്തില്ല ഞാൻ ആരാണെന്ന്. അന്ന് ഈ കത്തിക്കുന്നതിന്റെ അന്ന് ഉച്ചയ്ക്ക് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പണിക്കാരെ പെട്ടെന്ന് അവിടെ കൊണ്ടുപോകണം, നീ അവിടെ നിൽക്കുന്ന ഷെഡിലൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരു 2:30 മണിയായപ്പോൾ ആ ഷെഡിൽ ചെന്ന് ഒരു 4 പണിക്കാരായിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് അപ്പോൾ ഈ വേറൊരു ഷെഡിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇപ്പുറത്തോട്ട് മാറ്റി വെക്കണം. അതായത് നമ്മൾ ഈ കളറ് കുഴൽ, ഈ ടിവിയിൽ കാണിക്കുന്ന കുഴലുണ്ടല്ലോ, കുഴല് കെട്ടി വെച്ചിരിക്കുന്ന കുഴലുകളും ഇരുമ്പ് കുഴലുകളും, ആ കെട്ടി വെച്ചിരിക്കുന്ന സാധനം നമ്മൾ വേറെ ഇവരെ അമ്പലം കമ്മിറ്റിക്കാരെ ഒരു വണ്ടിയിൽ തന്നെ ഒരു ചെറിയ ടെമ്പോയില് അതില് ഈ തകർന്ന കെട്ടിടത്തിലോട്ട് മാറ്റി വെച്ചു. ഓക്കെ.
മാറ്റി വെച്ചിട്ട് പണിക്കാരും ഞാനുമായിട്ട് അവിടെ നിൽക്കുന്നത്. ഇവർ വന്ന് ഊണൊക്കെ കൊണ്ട് തന്നു. അമ്പല കമ്മിറ്റിക്കാർ ആരാണ് 2-3 പയ്യന്മാർ, എനിക്ക് ആരെയും അറിയത്തില്ല. അപ്പോ ഒരു 4-5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ച് ലൗലി എന്ന് പറയുന്ന ഒരു അമ്പല കമ്മിറ്റിക്കാരൻ വന്ന് നിന്നെ കണ്ടോ? ഞാൻ പറഞ്ഞില്ല, എന്നെ ആരും കണ്ടില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്, സാധനം ഇറക്കി വെച്ചെടുത്ത് ഞാൻ നിൽക്കുകയാണ്. അതിന്റെ അടുത്താണ് ഇവര് മേക്കപ്പ് ഒക്കെ ഇടുന്നത്, അതായത് തെയ്യത്തിനൊക്കെ മേക്കപ്പ് ഇടുന്നത്. അതുകൊണ്ട് ആ റൂം പൂട്ടി ചാവി അവര് എന്നെ എടുത്തിട്ട് ഞാൻ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. ഞാൻ എങ്ങും മാറിപ്പോയിട്ടില്ല. ഇവിടുന്ന് മാറിപ്പോകാൻ പറ്റിയ ഇതെല്ലാ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ മാറിപ്പോയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്വപ്പം കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ അച്ഛൻ അവിടെ തന്നെ നിൽക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, ബാക്കിലോട്ട് വാന്ന് പറഞ്ഞു. എവരെയും വിളിച്ചിട്ടുണ്ട്, പണിക്കാരെയും വിളിച്ചിട്ടുണ്ട്. ബാക്കിൽ ശാർക്കര ക്ഷേത്രത്തിലാണ് ഈ ഇതിന്റെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വേറൊരു അച്ഛൻ 800 കാറിലാണ് വരുന്നത്. ഞാൻ ചെല്ലുന്ന ST, അത് എന്റെ വണ്ടിയിൽ നിന്നുണ്ട് AJ 2712. മറ്റേ വണ്ടി 800 ഗോൾഡ് കളർ KL 01Q 7896. ഈ 2 വണ്ടിയും ഒരു ടെമ്പോ, അതായത് സുധ എന്ന പേരുള്ള ഒരു ടെമ്പോയാണ് അവിടെ ചെല്ലുന്നത്. ഈ ടെമ്പോയിൽ കളർ, അന്ന് കത്തിക്കാനുള്ള കളർ, അതായത് ബോൾ കണക്കിരിക്കുന്ന, അത് ഈ ഫോട്ടോസ് ഒക്കെ അച്ഛൻ ഇരുന്ന് നിറയ്ക്കുന്ന ഫോട്ടോസ് ഒക്കെ വരുന്ന ആ കളർ മാത്രമാണ് നമ്മൾ അവിടെ കൊണ്ടുപോയത്. ഈ 2 സാധനം, വേറെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞിട്ട് കൂടെ കുഴി എടുക്കുന്നിടത്ത് ചെല്ല് എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് നേരെ കുഴി എടുക്കുന്നിടത്ത് പോവുകയാണ്. നേരെ പോയി അവിടെ ചെന്ന് ഇവര് ചേട്ടനൊക്കെ അവിടെ ഉണ്ട്. എന്റെ ബ്രദറാണ് ലൈസൻസ്. അപ്പൊ കുഴിയൊക്കെ എടുക്കുന്നിടത്ത് ഞാൻ പോയി, ഞാൻ അവിടെ നിന്നു. നേരെ വന്ന് വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്നപ്പോ ഈ വണ്ടിയിൽ തന്നെ അച്ഛൻ ഈ അമുട്ട് മീൻസ് കളർ, മുകളിൽ പോയി കളർ വരുന്ന സാധനം ഈ വണ്ടി ലോഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ഈ വണ്ടി കൂടെ കൊണ്ടുവന്ന് അമ്പല കമ്മിറ്റി അവിടെ നിന്ന് ഒരു ഇൻചാർജ് ഒരു പയ്യുണ്ട്, എനിക്ക് അവന്റെ പേരറിയത്തില്ല, കമ്മിറ്റിയിലുള്ള തന്നെ ഒരു പയ്യൻ. അവൻ ഡോറ് തുറന്നു നിന്ന് പണിക്കാരെ കൊണ്ട് ഈ സാധനങ്ങൾ ഇറക്കി അതിനകത്ത് വെച്ചിട്ട് വീടിന്റെ റൂം കൂട്ടി അവിടെ നിന്ന് ആൾക്കാരെ അത്രയും മാറ്റി. അപ്പോഴാണ് ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മറ്റേ കമ്പക്കാരൻ പടക്കവും പിടിക്കും തീ കൊടുത്തത്. അതുവരെ ഇതിന്റെ കാര്യം എന്താന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പൊ അച്ഛൻ അടുത്ത കാറിലല്ല, അച്ഛൻ ഈ ടെമ്പോയിൽ കൂടെ തന്നെ അടുത്ത ഈ വണ്ടി പോയി ടെമ്പോയിൽ വീണ്ടും സാധനം കൊണ്ടുവരാണ്ടായിരുന്നു. സാധനം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അച്ഛൻ കൂടെ വണ്ടിയിൽ കയറി വന്നു. അപ്പോഴാണ് ഞാൻ അച്ഛനെ ചോദിച്ചത് എന്താണ് ഇതിന്റെ കാര്യം. അല്ല, അവരിപ്പോ പറയുന്നത് ആദ്യം കൃഷ്ണൻകുട്ടി പടക്കും വരിയും കത്തിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മള് കൃഷ്ണൻകുട്ടി തന്നെ വട്ടിക്കെട്ട്, അതായത് ആ ഇരുമ്പ് കുഴല് വട്ടിക്കെട്ട് എന്ന് പറയുന്ന സാധനം കത്തിക്കും. അവൻ കത്തിച്ച് തീർന്നാൽ ഉടനെ നമ്മൾ വട്ടിക്കെട്ട് ഇറക്കി വെച്ച് കത്തിക്കണം. അപ്പൊ ഞാൻ പടക്കുംപടിയും നമ്മളിപ്പോ കത്തിക്കണ്ട. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻകുട്ടി അച്ഛൻ ലിസ്റ്റിലുള്ള 60 അമിട്ട്, 60ഉം 90 അമിട്ട്, മൊത്തം 90 അമിട്ട് കത്തിക്കും. അത് തീർന്ന ഉടനെ വീണ്ടും നമ്മൾ ഈ ലിസ്റ്റിലുള്ള 90 അമിട്ട് കത്തിക്കുക. അപ്പൊ ഇതൊക്കെ പണിക്കാരെ പറഞ്ഞ് ഏൽപ്പിക്കുക. ചേട്ടന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ഞാൻ ചേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചു. ഞാൻ ഈ കോവിലിന്റെ ബാക്ക് സൈഡിലോട്ട് ഞാൻ മാറി നിൽക്കുക. ഞാൻ ഇതിലൊന്നും നിൽക്കുന്നില്ല. ബാക്ക് സൈഡിലോട്ട് മാറി നിന്ന് ഇതിനിടയ്ക്ക് ഒരു അമട്ട് മേളിൽ പോയിട്ട് തിരിച്ചു അതേ കണക്ക് താഴെ വീണ കുട്ടി എന്റെ ചേട്ടനൊരു ആക്സിഡന്റ് പറ്റി. ആ ചേട്ടന് ആക്സിഡന്റ് പറ്റിയ സമയത്ത് അച്ഛൻ ബാക്കി ഇരിക്കുക. അച്ഛൻ വേണ്ട എനിക്ക് തളർച്ച വരുന്ന ഒരു കാര്യം ചെയ്യും, അവനെ വണ്ടി കയറ്റി വിടും. അപ്പോഴത്തേനും കമ്പം നിർത്തി വെച്ച് ആംബുലൻസ് വന്ന് ഇവനെ കയറ്റി വിട്ട്, ചേട്ടനെ കയറ്റി ആംബുലൻസിൽ വിട്ട്. അപ്പോഴും ഞാൻ ചെന്ന് ഈ ലൗലി എന്ന് പറയുന്ന കമ്മിറ്റിക്കാരൻ അച്ഛനെ വിളിച്ചിരുന്നെന്ന് പറഞ്ഞു. ഫോൺ വഴി അച്ഛന്റെ ഫോണിൽ കൂടെ സംസാരിക്കുക. അപ്പൊ ഞാൻ വാദിച്ചിട്ട് ചേട്ടാ ഇതങ്ങ് നിർത്തിക്കൂടെ, മത്സരം ഒന്നും അല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അതല്ല, മത്സരമൊക്കെ തന്നെ, അത് ലാസ്റ്റ് നമ്മൾ മാർക്ക് പറയും. നിങ്ങൾ മാർക്കിടാൻ ആളുണ്ട്, ഇവിടെ ആളിരിക്കുന്നുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിലില്ല, ആളിരിക്കുന്നുണ്ട്. നിങ്ങൾ കത്തിക്കാനുള്ളത് കൊണ്ടുവന്ന് അത്രയും കത്തിക്കുക, അത് സ്പീഡിൽ കത്തിക്കുക, ഇത്രയും പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഞാൻ ഇവരെ കമ്മിറ്റിക്കാർക്ക് തിരിച്ച് നേരെ നമ്മളെ പണിക്കാരടുത്തോട്ട് പോകുന്ന ദൃശ്യമാണ് ആ TV കാണിക്കുന്നത്. ഒരു ബ്ലാക്ക് കൈലി ഉടുത്ത് ചോപ്പ് ടീഷർട്ടും ഇട്ട് ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്നത്. ഞാൻ നേരെ കമ്മിറ്റിക്കാരത്തിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നേരെ തിരിച്ച് ഈ പയ്യന്മാരുടെ കയറി അകത്തോട്ട് നില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ദൃശ്യമാണ് ആ TV കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് സ്വപ്പം കൂടെ അങ്ങോട്ട് ചെല്ലും. ചേട്ടന് പരിക്ക് പറ്റിയോണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ മാറി നിൽക്കുക, എന്റെ അച്ഛൻ മാറി നിൽക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് ഇങ്ങനെ പറ്റി നേരെ വന്നു. ഞാൻ നോക്കി, ഇത് പിന്നെ ഞാൻ കാണുന്നത് എന്തോ ഉഗ്ര സൗണ്ട് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കല്ല് വന്ന് എന്റെ കയ്യിലടിച്ച്, എന്റെ കൈക്കകത്ത് കല്ലിരിക്കുക. നെഞ്ചിനകത്തും കല്ല്, നെഞ്ചിന് 2 സൈഡ് കല്ല്, കൈക്കകത്ത് കല്ല്, ഒരു നഖം ഇളകിപ്പോയി. ഇത്രയും ഫ്രാക്ചർ എനിക്കുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ബോധമില്ല. ബോധം വരുമ്പോഴത്തേക്ക് ഞാൻ നേരെ NS ഹോസ്പിറ്റലിലാണ്, കൊല്ലം NS ഹോസ്പിറ്റൽ. NS ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവിടെ എന്റെ കൈ നല്ല വേദന. രാവിലെ അവിടെ അഡ്മിറ്റ് ചെയ്ത എന്നെ
പിന്നെ അവിടെ ആരും നോക്കാനില്ല. ഡോക്ടർ വരുന്നോ നഴ്സ് വരുന്നോ ഒരു ഷിപ്പ് വരാൻ ഇഞ്ചക്ഷൻ തരാൻ നല്ല കൈ വേദനിക്കണമെന്ന് പറഞ്ഞിട്ടൊന്ന് ഒരു ലെവൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ എന്റെ ഒരു മാമ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് എങ്കിൽ ഇവിടെ നിന്ന് വേണ്ട, നേരെ നമുക്ക് ട്രിവാൻഡ്രത്ത് പോകാന്ന് പറഞ്ഞ് ഞാൻ നേരെ ഒന്ന് ലോഡ്ജിൽ അഡ്മിറ്റ് ആയി. 10-ാം തീയതി വന്നിട്ട് ഞാൻ ലോഡ്ജിൽ അഡ്മിറ്റ് ആണ്. ഇവിടെ വന്ന് ഞാൻ കൈ കീറി നോക്കിയപ്പോഴാണ് കൈക്കകത്ത് അത്രയും ബ്ലാസ്റ്റ് ചെയ്ത ആ ബ്ലാസ്റ്റിങ്ങിലുണ്ടായ കല്ല് 2 സർജറി ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഞാൻ അന്ന് വന്ന സമയത്ത് പേടിച്ച് ഞാൻ എന്റെ പേര് മാറ്റിയാണ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നത്. ബാലു എന്നുള്ള പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയത്. ബാലു എന്നുള്ള പേരിൽ ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയി. ഇപ്പൊ ഇന്ന് ഇവര് ക്രൈം ബ്രാഞ്ചിലെ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. DSP എന്നാണ് പറഞ്ഞത് സാർ വന്ന സാർ. ഇന്ന് സുരേഷ് എന്ന് പറഞ്ഞ സാറാണ് വന്നത്. വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് എത്ര ദിവസമായി എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ, അതായത് ക്രൂഷ്യലായിട്ടുള്ള സംസാരമാണ് സംസാരിച്ചത് പുള്ളി. മീൻസ് ഞാൻ എന്തോ തെറ്റ് ചെയ്ത മാതിരി ആണ് പുള്ളി എന്റെ അടുത്ത് സംസാരിച്ചത്. നിനക്കെല്ലാം അറിയാം, നീയാണ് ഇതിന്റെ ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അച്ഛനെ ഇതെല്ലാം അറിയാം, അച്ഛൻ പോയല്ലോ, ഇനിയിപ്പോ എന്തോ അച്ഛനെ മണ്ടേ കൊണ്ട് വെക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. പിന്നെ അതുമല്ല ഇപ്പൊ ഞാൻ എന്റെ അഡ്വക്കേറ്റ്, നമ്മളെ അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ജയന്റെ കെയർ ഓഫിലാണ് ഇന്നിപ്പോ ഇവരെ വിളിച്ച് ഇൻഫോം ചെയ്യുകയാണ് ചെയ്തത്. ചെയ്തിട്ടാണ് അവർ ഇതുവരെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നെ ഇവിടെ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് എന്റെ കയ്യിൽ 2 സർജറി ഓൾറെഡി കഴിഞ്ഞു. ഇനി ഒരു സർജറിയും കൂടെ ഉണ്ട്. കൈക്കകത്ത് ഈ ഇരിക്കുന്ന മണല് പഴുത്ത് വന്നാൽ മാത്രമേ എടുത്ത് കളയാനൊക്കൂ. അപ്പൊ ഡോക്ടർ മാക്സിമം 7 ദിവസം കൂടെ വേണമെന്നാണ് പറഞ്ഞത്. ഇവര് ഡോക്ടറിനെ പ്രഷർ ചെയ്തോണ്ടിരിക്കുകയാണ് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി. അതായത് ഒരു കാര്യം കൂടി, ഒരു സംശയം കൂടി ചോദിക്കട്ടെ. അതായത് ഇത് മത്സരക്കമ്പാണ് എന്ന് താങ്കൾക്ക് എപ്പോഴാണ് മനസ്സിലായത്? മത്സരക്കമ്പാണെന്ന് മനസ്സിലായത് ലാസ്റ്റ് മൊമെന്റിലാണ് ഇത് മനസ്സിലായത്. കാര്യം ഈ പടക്കം വരി ആദ്യം കത്തിക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്ത് കത്തിക്കണ്ട? അപ്പൊ അച്ഛൻ പറഞ്ഞു അത് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല, കത്തിക്കണം, അത് ഇന്ന് വേണ്ട, നാളത്തേക്ക് മതി എന്നാണ് വരാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അച്ഛൻ അതുകൊണ്ടാണ് പടക്കം വരി എടുക്കാത്തതെന്നാണ് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു പടക്കം വരിയും വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, പടക്കം വരിയും വേണ്ട എന്നാണ് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള കരിഞ്ഞ് നേരത്തെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തോ കൊണ്ടുവന്നോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഈ മത്സരക്കമ്പ എന്നുള്ള കാര്യം പോലീസിന് അറിയാമെന്ന് അച്ഛൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ അടുത്ത് പറഞ്ഞത് ആദ്യം അവര് കമ്പം നിർത്തുക, മറ്റവര് അതായത് ഈ മത്സരം നടക്കുന്ന തരം ആദ്യം പരവുകത്തെ രീതി അനുസരിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആള് വീണ്ടും പടക്കമ്പടി കത്തിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വട്ടിക്കെട്ടുന്ന സാധനം ഒരു ഫസ്റ്റ് കത്തിക്കുന്ന ആള് കത്തിക്കും, രണ്ടാമത് വീണ്ടും വട്ടിക്കെട്ട് രണ്ടാമത്തെ ആശാൻ കത്തിക്കും. ഇങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മത്സര വെടിക്കെട്ട് ഒഴിവാക്കാൻ, അതാ വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റിക്കാർ ഇതിനെ ഫസ്റ്റ് പടക്കും വരിയും വേണ്ട എന്ന് പറഞ്ഞ് സുരേന്ദ്രനാഥാന്റെ അടുത്ത് പറഞ്ഞത്. ഇതിന്റെ നിലവാരം നോക്കിയിട്ട് നമുക്ക് മാർക്ക് ഇടുന്നുണ്ട്, ഇതിന്റെ നിലവാരം നോക്കിയിട്ട് മാർക്ക് ഇടുന്നുണ്ടെന്നാണ് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞത്. ഇത് ആരൊക്കെ മാർക്ക് ഇടാമെന്ന് അറിയോ? അത് അറിയില്ല. ലൗലി എന്ന് പറയുന്ന ഒരു അമ്പല കമ്മിറ്റിക്കാരനാണ് ഇത് അച്ഛന്റെ അടുത്ത് പറഞ്ഞതാണെന്നാണ് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞത്. ലൗലി എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി പറഞ്ഞത് മാർക്കിടാൻ ഇവിടെ ആളുണ്ട്, പ്രത്യക്ഷത്തിൽ ആളില്ല. എത്രത്തോളം കത്തിക്കാനുണ്ടോ അത്രത്തോളം കത്തിക്കുക നിങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ ലാസ്റ്റ് ഘട്ടം, അത് ഈ അപകടം നടക്കുന്ന സമയത്ത് കത്തിച്ചുകൊണ്ടിരുന്ന ആശാൻ ഘട്ടം, അത് എത്രയും സ്പീഡിൽ കത്തിക്കുക. അപ്പൊ അവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കത്തിച്ച് തീർക്കുക എന്നാണ് ലൗലി എന്ന് പറയുന്ന പുള്ളി വിളിച്ച് അച്ഛന്റെ മൊബൈലിൽ വിളിച്ച് പറഞ്ഞത്. അത് അച്ഛന്റെ മൊബൈലിൽ റെക്കോർഡ് എടുക്കുക, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. അച്ഛന്റെ കോൾ രജിസ്റ്റർ പരിശോധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റ് അത് മനസ്സിലാക്കാൻ കഴിയും ഈ പുള്ളി വിളിച്ച് പറഞ്ഞത്. അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് കമ്മിറ്റിക്കാര് ടെലിഫോണിലൂടെ നിർദ്ദേശം അതത് സമയത്ത് നൽകുകയായിരുന്നു. അതാത് സമയത്ത് നിർദ്ദേശം നൽകി. ഇത് ഫ്രണ്ടിലിരുന്ന്, അതായത് ഈ അപകടം നടന്ന ഷെഡിന്റെ ഫ്രണ്ടിലിരുന്ന അച്ഛൻ ചേട്ടൻ അപകടം പറ്റിയത് കൊണ്ട് നേരെ ബാക്കിലോട്ട് എണീറ്റിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത് ചെന്ന ആ കുറ്റിയിൽ നിൽക്കുന്ന അവരുടെ അടുത്ത് പറയുക, നോക്കി കത്തിക്കാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളാണ് ആ ദൃശ്യങ്ങളിലുള്ള ആള്? അത് പിന്നെ ദൃശ്യങ്ങളിൽ വന്ന ആള് നിങ്ങളാണ്? അല്ലല്ലല്ല, ദൃശ്യങ്ങളിലല്ല. ആ ദൃശ്യങ്ങളിൽ വന്ന പയ്യന്റെ കയ്യിലാണ് ആ ഡാമേജ് പറ്റിയത്. ആ ഹൈറ്റ് ഉള്ള പയ്യൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ലേ, ആ പയ്യൻ അതിന്റെ തൊട്ടടുത്ത് നിൽക്കൊണ്ട് ഒരു ചുവന്ന ടീഷർട്ട് ഇട്ട്. ഓക്കെ, ഇതെങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അപകടം സംഭവിച്ചത് ആ പയ്യന്റെ കയ്യിൽ തീ വന്ന് വീഴുന്നതാണ് അപകടം. തിരിഞ്ഞോടുന്നത് ഞാൻ ദൃശ്യത്തിൽ കണ്ടതാണ്. തിരിഞ്ഞോടുന്നത് അവന്റെ അമിട്ടിൽ തീ വന്ന് വീണ് ഇവൻ തിരിഞ്ഞോടുന്നതാണ് ഞാൻ കാണുന്നത്. ഇവൻ ഓടിക്കേറിയത് ആ ഷെഡിലോട്ടാണ് അവൻ ഓടിക്കേറിയത്. അവന്റെ കയ്യിൽ തീ ഉണ്ടായിരുന്നു? അവന്റെ കയ്യിൽ അമിട്ടുണ്ടായിരുന്നു. കയ്യിൽ അമിട്ടും പൊതിഞ്ഞുണ്ടാവും പോയെ. അമിട്ടെന്ന് പറയുന്ന ഈ കളറാണ് നമ്മൾ കത്തിച്ചു വിടുന്ന കളർ. ഓക്കെ, അവന്റെ പേരെന്താ? അവന്റെ പേര് കണ്ണൻ.
ഓഹോ ഹോ 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 ഹോ. എന്നിട്ട് ഇപ്പൊ നിങ്ങളെ പിന്നെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാൻ പോവാണ് പോലീസ്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പോലീസിനോട് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഡോക്ടർ സംസാരിച്ചില്ലേ? പറഞ്ഞായിരുന്നു. അപ്പോ ഒരുപക്ഷെ അച്ഛനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമ്മിറ്റിക്കാർ അതത് സമയത്ത് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ. അല്ലാതെ ഇവർ കത്തിക്കേണ്ട തിരിച്ചു കൊണ്ടുവന്നിട്ടൊന്നും പറഞ്ഞതൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവിടെ വരത്തില്ലായിരുന്നു. പോലീസ് ഇടപെട്ടില്ല. നമ്മൾ വരത്തില്ല. ഇല്ല. യാതൊരു കാരണവശാലും അവരാരും വന്ന് നമ്മളെ ഒന്നും സംസാരിച്ചതിലും ഒരു അക്ഷരം വേണ്ടിയത് പോലുമില്ല. അവിടെ പോലീസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കുറെ പോലീസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആൾക്കാരെ അത്രയും നിയന്ത്രിക്കുന്ന പോലീസായിരുന്നു അല്ലേ? ബ്രദർ അച്ഛൻ്റെ ഒപ്പാണോ ഉണ്ടായിരുന്നത്? ബ്രദർ അച്ഛന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ബ്രദർ കുറ്റിയുടെ മുകളിലായിരുന്നു. അച്ഛന്റെ കൂടെയല്ല. അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നത് അച്ഛന്റെ സംഭവം നടക്കുന്ന സമയത്തല്ല. സംഭവം നടക്കുന്ന സമയത്ത് ചേട്ടൻ ഹോസ്പിറ്റലിലായിരുന്നു. പുള്ളിക്ക് ഇങ്ങനെ ഫ്രാക്ചർ പറ്റി. അങ്ങനെ എന്നെ വിളിച്ച് ഇതിലോട്ട് ചെല്ലാൻ പറയുന്നത്. മാറി നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചെല്ല്, നീ ഒന്ന് ചെന്ന് അവരെ പറയാം. അങ്ങനെ വിളിച്ച് കമ്മിറ്റിക്കാർ ഫോൺ പറഞ്ഞാൽ എന്നെ വിളിച്ചിരുന്നത്. കമ്മിറ്റിക്കാർ നേരിട്ട് ആരും ഉണ്ടായിരുന്നില്ല, ഫോണിൽ വിളിച്ചാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഫോൺ അതായത് തമ്മിൽ സ്പേസ് ഉണ്ടായിരുന്നു. അമ്പലം പുള്ളി ഈ കമ്പത്തിന്റെ തിറയിലോട്ട് ഇവരാരും വന്നില്ല. ആരും വന്നിട്ടില്ല. ഇത് ഏതാണ്ട് ഏത് സമയത്താ പിന്നെ ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്? ഇത് നമ്മളെ ഈ കോവിൽ കാമ്പൗണ്ടിൽ വരുന്നത് 11 മണിയാകും. 11:30 മണിയാകും നമ്മൾ കാമ്പൗണ്ടിലോട്ട് വരാം. അതുവരെ ശാർക്കര ക്ഷേത്രത്തിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്നതെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞ കമ്മിറ്റിക്കാർ ഇങ്ങോട്ട് വരാൻ ഇവിടെ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ശാർക്കര അമ്പലത്തിൽ നിന്ന് നിങ്ങള് പുറ്റിങ്കൽ ക്ഷേത്രത്തിലേക്ക് ഏത് വാഹനത്തിലാണ് കൊണ്ടുവന്ന സാമഗ്രികള്? ടെമ്പോ ഒരു സുധ ലോറി മീൻസ് DCM. ഓക്കെ. ടിപ്പറിന്റെ ചെറുത്. അക്കൂട്ടത്തിൽ കമ്മിറ്റിക്കാരുണ്ടായിരുന്നോ? ആ കൂട്ടത്തിൽ ആരെങ്കിലും അവിടെ നിന്ന കമ്മിറ്റിക്കാർ, അതായത് ഈ കോവിലിന്റെ നമ്മുടെ ഈ ശാർക്കര അമ്പലത്തിൽ നമുക്ക് നോക്കാൻ വേണ്ടി നേർത്തിയ കമ്മിറ്റിക്കാരല്ലേ? മെയിൻ ആൾക്കാരാണോ ചെറിയ ആൾക്കാരാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ കമ്മിറ്റിക്കാരാണ് നമ്മുടെ വാഹനം പോവാനുള്ള വഴി തെളിച്ചു കൊടുക്കുന്നത്. അവിടെ ഇത്രയും പൊതുജനത്തിന്റെ ഇടയിൽ കൂടെ വാഹനം കൊണ്ടുപോകാനുള്ള വഴി അവരാണ് ക്ലിയർ ആക്കി തന്നത്. പോലീസ് വഴി ക്ലിയർ ആക്കി തന്നോ? അവിടെ കാമ്പൗണ്ടിലോട്ട് കയറുന്ന സമയത്ത് ക്ലീൻ ആക്കി തന്നായിരുന്നു. കാമ്പൗണ്ടിലോട്ട് കയറുന്ന സമയത്ത് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്നത് മത്സരക്കമ്പം തന്നെ എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കരാറുകാരൻ മരിച്ചുപോയ സുരേന്ദ്രന്റെ മകൻ ദീപു ഇപ്പോൾ പീപ്പിളിനോട് നടത്തിയത്. വെളിപ്പെടുത്തൽ നടത്തിയ ദീപുവിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വെടിക്കോപ്പുകൾ രഹസ്യമായി സൂക്ഷിച്ചത് ശാർക്കര ക്ഷേത്രത്തിലായിരുന്നു. രാത്രിയിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്ക് വെടിക്കോപ്പ് കൊണ്ടുവന്ന വാഹനത്തിന് വഴിയൊരുക്കിയത് പോലീസ് എന്നും ദീപു പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എന്താണ് ദീപുവിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ലാൽ, ദീപു കരാറുകാരനായിരുന്ന സുരേന്ദ്രന്റെ മകനാണ് ദീപുവിന്റെ പേരിലല്ല ലൈസൻസ് മറ്റൊരു മകൻ ഉമേഷിന്റെ പേരിലാണ് ലൈസൻസ് എന്നും ദീപു വെളിപ്പെടുത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ നടന്നത് മത്സരക്കമ്പം ആണ് എന്ന് തന്നെയാണ് ദീപു വ്യക്തമാക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികൾ മത്സരം നിയന്ത്രിച്ചിരുന്നു എന്നും ദീപു ഇതിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത് ശാർക്കര ക്ഷേത്രത്തിലായിരുന്നു. അന്ന് വെടിക്കെട്ട് നടക്കുന്ന അന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് വെടിക്കോപ്പുകൾ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അതിന് പോലീസ് ക്ഷേത്രത്തിന് മുൻവശത്ത് എത്തിയപ്പോൾ വെടിക്കോപ്പുകൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് പോലീസ് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നു എന്നും ദീപു വ്യക്തമാക്കുന്നുണ്ട്. രാത്രി 11 മണിയോടുകൂടിയാണ് വെടിക്കോപ്പുകൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്. അതോടൊപ്പം ഇത് കമ്പ മത്സരമായിരുന്നു എന്നുള്ളതും ദീപു വ്യക്തമാക്കുന്നുണ്ട്. മാർക്കിടാൻ ആളുണ്ടായിരുന്നു. അത് പ്രത്യക്ഷത്തിൽ ആളുണ്ടാവില്ല, പക്ഷേ മാർക്ക് വെടിക്കെട്ട് കണ്ടുകൊണ്ട് അത് വിലയിരുത്തി മാർക്കിടാൻ ആളെ വെച്ചിട്ടുണ്ട് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ തന്റെ അച്ഛനോട് പറഞ്ഞിരുന്നു എന്നും ദീപു വെളിപ്പെടുത്തുന്നു. ലൗലി എന്ന ക്ഷേത്ര ഭാരവാഹിയാണ് അച്ഛനോട് ഇത് പറഞ്ഞത് എന്നും ദീപു വ്യക്തമാക്കുന്നുണ്ട്. എത്രത്തോളം കരിമരുന്ന് പ്രയോഗം നടത്താവോ അത്രത്തോളം നടത്തണമെന്നും അത് എത്രത്തോളം സ്പീഡിലാകാമോ അത്രയും സ്പീഡിൽ നടത്തണം എന്നുമായിരുന്നു തങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്നും ദീപു വ്യക്തമാക്കുന്നുണ്ട്. കമ്പം നടക്കുന്ന സമീപത്തേക്ക് കമ്മിറ്റിക്കാർ ആരും എത്തിയിരുന്നില്ല എന്നും ദീപു പറയുന്നുണ്ട്. അതോടൊപ്പം ഫോൺ വഴിയായിരുന്നു അവർ നിരന്തരം തന്റെ അച്ഛനുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ
KG ദിനകറാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്നത് മത്സര കമ്പമാണ് എന്നും ക്ഷേത്ര ഭാരവാഹികൾ ഫോണിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു എന്നുമാണ് ദീപു വെളിപ്പെടുത്തിയത്. പോലീസിൻ്റെ ചില സഹായങ്ങൾ വരെ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നും വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാകുന്നു. ഇന്നത്തെ ചർച്ചയുടെ ചില ഘട്ടങ്ങളിലേക്ക് കൂടുതൽ സഹായകരമായ രീതിയിൽ പോകുന്നതിന് ഇടയാക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആശ്വാസം പിന്നീട് പ്രധാനമന്ത്രി വന്നപ്പോഴൊക്കെ ഉണ്ടായി, രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഉണ്ടായി. പക്ഷേ ഈ നടപടികളൊക്കെ ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നേരത്തെ ചെലുത്തിയിരുന്നെങ്കിൽ ഇതിവിടെ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അടി നടക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയാണ്, ഇപ്പോഴും വാർത്തയായിരിക്കുന്നു. IAS IPS തർക്കങ്ങളൊക്കെ തന്നെ. ഈ തർക്കത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ദീപുവിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശ്രീമതി നളിനി നെറ്റയുടെ റിപ്പോർട്ടിലും ഉള്ളത് പോലീസ് തന്നെ ചൂട്ട് കത്തിച്ചതാണ് ഈ കമ്പക്കെട്ടിന്, മത്സര കമ്പത്തിന്. അല്ല അത് പറയുമ്പോൾ ഒരു ദുരന്തമുണ്ടായി, സംഭവിക്കാൻ പാടില്ലാത്തത് അവിടെ സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ്. നമുക്ക് ഏവർക്കും അറിയാം. രാജ്യത്താകമാനം നമ്മൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലി ഉള്ള അന്വേഷണം നടക്കുന്നത് PSO, പെട്രോളിയം എക്സ്പ്ലോസീവ് ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ രീതിയിൽ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്നു. ഈ 3 അന്വേഷണങ്ങളും കഴിയുമ്പോൾ ഇതിൻ്റെ കുറ്റക്കാരാരാണെന്ന് കൃത്യമായി ബോധ്യമാവും. അവർക്ക് യാതൊരു തർക്കവുമില്ല ശ്രീ ജ്യോതികുമാർ. പക്ഷേ ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ കൂടി നമ്മളൊന്ന് യുക്തിപൂർവ്വം മനസ്സിലാക്കണമല്ലോ. ഇതൊക്കെയാണല്ലോ നമ്മളെല്ലാവരും എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനെ ഇല്ല എന്നൊരിക്കൽ പറഞ്ഞു. അത് ഇപ്പോൾ തെളിവായി പീപ്പിൾ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതിനെ വകവച്ചില്ല. പോലീസ് മേധാവിക്ക്, കൊല്ലം കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. ADM ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു, നോക്കണം, കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഈ കാര്യത്തിൽ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ പോലീസ് തന്നെ കാര്യങ്ങൾ ചൂട്ടുപിടിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കതാണ്. ആ കാര്യങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഇപ്പോഴും പറയുന്നത് വലിയ അന്വേഷണങ്ങൾ നടക്കുന്നു, എല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തു നിന്നും വരുന്നു എന്ന്. നേരത്തെ ചെയ്യേണ്ടതും ചെയ്തിട്ടില്ല, അന്വേഷണത്തിൽ നടപടികളില്ല. ഇപ്പോഴും എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്. അന്വേഷണം മുഴുവൻ കഴിയട്ടെ എന്നല്ലേ പറയുന്നത്. നേരത്തെ ചെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കാരണം അവിടെ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. 1. 2, അവിടെ ആശാസ്യകരമല്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതൊരിക്കലും ശരിയായ കാര്യമല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പൊതുസമൂഹത്തിന് ആരെങ്കിലും ഒരാൾ പറയുന്നത് സത്യമാവണം. ഇതിനകത്ത് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആരെങ്കിലും പറയുന്നത് സത്യമാവണം, ആരെങ്കിലും പറയുന്നത് കള്ളവുമാവണം. സ്വാഭാവികമായി അത് നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു തരേണ്ട ആളുകളല്ലോ, നിങ്ങൾ തന്നെയല്ലേ ചെയ്യണം. അതിനുവേണ്ടിയാണല്ലോ അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കുന്നത്, അതിനുവേണ്ടിയാണല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണം വരുന്നവരെ നിങ്ങളൊന്ന് ക്ഷമിക്കൂ. അതിന് മുമ്പ് നടന്ന വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയ റിപ്പോർട്ടിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് വകുപ്പ് തല അന്വേഷണം സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ആഭ്യന്തര സെക്രട്ടറി നോട്ടീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ DGPയുടെ വിശദീകരണം, DGPയോട് അതിന്റെ റിമാർക്സ് ചോദിച്ചിട്ടുണ്ട്. DGPയുടെ റിമാർക്സ് സ്വാഭാവികമാണ്. ഞാൻ തിരിച്ചു വരാം. പരവൂർ ദുരന്തത്തിൽപ്പെട്ടവരെ VVIPകൾ സന്ദർശിച്ചതിലൂടെ അവരുടെ ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ R രമേശ് പിന്നീട് വിശദീകരിച്ചു. താൻ ആ രീതിയിൽ ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ലെന്നും ഹെൽത്ത് ഡയറക്ടർ പീപ്പിളിനോട് പ്രതികരിച്ചു. ഇതും കൂടി ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥർ പറയുന്നത് പിന്നീട് മാറ്റുന്നത് എന്ന്? ആ ചർച്ചയിലേക്ക് ദയവായി പ്രേക്ഷകർ കാത്തിരിക്കുക. നമുക്ക് പെട്ടെന്നൊരു ഇടവേള. പരവൂർ ദുരന്ത ദിവസം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒഴിവാക്കേണ്ടിയിരുന്നതായിരുന്നുവെന്ന് സീതാറാം യെച്ചൂരി. ദുരന്ത ദിവസം സന്ദർശനമല്ല, രക്ഷാപ്രവർത്തനമാണ് വേണ്ടത്. ഔചിത്യം കണക്കിലെടുത്താണ് താൻ അന്നേ ദിവസം പരവൂരിൽ എത്താതിരുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ PM മനോജ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ സുരേഷ്, ഡോക്ടർ T സുരേഷ് കുമാർ. ഡോക്ടർ T സുരേഷ് കുമാർ, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ചികിത്സയിൽ ഡോക്ടർമാർ പാലിക്കേണ്ട എത്തിക്സ്. അത് തന്നെയാണ് ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ തുടക്കത്തിൽ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാകേണ്ടതും. എന്നാൽ പിന്നീട് അദ്ദേഹം അത് മാറ്റിപ്പറയുന്നു. ഇത്തരം മാറ്റിപ്പറച്ചിലുകൾ എന്തു തരം സമ്മർദ്ദത്തിൻ്റെ പുറത്താണെന്നുള്ളത് സാധാരണക്കാർക്ക് ഊഹിക്കാൻ സാധിക്കും. അങ്ങനെ മാറ്റിപ്പറയുന്നതിലൂടെ ഡോക്ടർമാർ പാലിക്കേണ്ട എത്തിക്സ് പാലിക്കപ്പെടുന്നുണ്ടോ? ഇത് IMA പോലുള്ള സംഘടനകൾ തുറന്നു പറയേണ്ട കാര്യം തന്നെയല്ലേ?
ഞാൻ ആദ്യം പറഞ്ഞത് ഡോക്ടർമാരുടെ എത്തിക്സിനെ കുറിച്ചല്ല, നേരെ മറിച്ച് പ്രോട്ടോക്കോൾ ലംഘനത്തിനെ കുറിച്ചാണ്. പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയത് ഡോക്ടർമാരല്ല, അവിടെ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ലംഘനം നടന്നിരിക്കുന്നു. അതായത് ഡോക്ടർമാർക്ക് ചികിത്സിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സ്പേസ് ഒക്കെ നഷ്ടപ്പെടുകയാണ്. അത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് മാത്രമല്ല, ഒരു സാധാരണ ഒരു ബസ് ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ ഡ്യൂട്ടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, അവിടെ നിന്ന് നമ്മളെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ക്രൗഡാണ്. അതിനകത്ത് നാട്ടുകാരുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, ഈവൻ ജേർണലിസ്റ്റുകളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ചികിത്സിക്കാനുള്ളൊരു അവസരം പോലും ഇന്നത്തെ പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ലിമിറ്റഡ് സ്പേസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർമാരുടെ എത്തിക്സ് എന്ന് പറയുന്നത്, ഡോക്ടർമാർ കഴിയുന്നതും ആൾക്കാരെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഡോക്ടർമാർ ആവശ്യത്തിന് പോസ്റ്റ് ചെയ്യുക, മറ്റേ പാരാമെഡിക്കൽ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം എമർജൻസി മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോട്ടോക്കോളിനകത്ത് വരുന്നത്. ശ്രീ സുരേഷ്, ഈ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങയുടെ നേതാവ് പ്രധാനമന്ത്രിയോടുള്ള സ്നേഹം നമുക്ക് മറച്ചു വെക്കേണ്ടതില്ല. അതിൻ്റെ പുറത്ത് വികാരം കൊണ്ടിട്ട് കാര്യമില്ല. അദ്ദേഹം ആദ്യം എത്താൻ ശ്രമിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ആശ്വാസം ലഭിക്കുന്നവരുണ്ടാകാം. അത് രാഹുൽ ഗാന്ധിക്കും ഒന്ന് തൊട്ടുപുറകെ തന്നെ എത്തണം എന്ന ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. മത്സര കമ്പം പോലെ ഒരു സന്ദർശനം തന്നെയാണ് അവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ചികിത്സയിൽ തടസ്സമുണ്ടായി എന്ന് ആദ്യം പറയുന്നത്, പിന്നീട് നിങ്ങളെപ്പോലുള്ള ആളുകളുടെയൊക്കെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഇത്തരം തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറ്റിപ്പറയുന്നതൊക്കെ എത്രത്തോളം ആശാസ്യമാണ്? ഡോക്ടർ ലാൽ, എനിക്ക് ഇതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും വളരെ ചടുലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സർക്കാരാണ് എന്നുള്ളത് ഞങ്ങളെ എതിർക്കുന്നവർ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വിദേശത്ത് കുടുങ്ങിപ്പോയ നേഴ്സുമാരെ മോചിപ്പിച്ചതും തെരഞ്ഞെടുപ്പിന്റെ പ്രസംഗം പോലെ ആകരുത്. സുരേഷ് നല്ല പ്രാസംഗികനാണെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യത്തിന് കൃത്യമായ സമയത്തിനകത്ത് ഈ ചർച്ച നടക്കാൻ വളരെ കൃത്യമായ ഉത്തരത്തിലേക്ക് എനിക്ക് ചീത്തപ്പേരുമാണ് ഞാൻ ഇടപെടുന്നു. അത് ഞാൻ മുമ്പ് പുല്ലുമേട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് ഇതുപോലെ ആരും ഓടിയെത്തിയില്ല എന്നുള്ള ഒരു പ്രസിഡന്റ് ഉണ്ട്. അന്ന് ഈ മത്സര സന്ദർശനം അതൊന്നുമല്ല. അന്ന് കേരളത്തിലുള്ള ആളുകളല്ല മരിച്ചത്. അതുകൊണ്ട് കേരളത്തിന്റെ ഒരു വികാരം ആ രീതിയിലായിരുന്നില്ല. ഇത് നമ്മൾ സത്യസന്ധമായി തന്നെ പറയണം. അതുകൊണ്ട് തന്നെ അന്ന് പ്രധാനമന്ത്രി ഓടിയെത്തിയില്ല. അതിന്റെ തൊട്ടുപുറകെ അന്നത്തെ പ്രതിപക്ഷ നേതാവിനും ഓടിയെത്തേണ്ടി വന്നില്ല. അല്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. പക്ഷേ എൻ്റെ പോയിന്റ് പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. പുല്ലുമേട് ദുരന്തം ഉണ്ടായ സമയത്ത് ഇതുപോലെ പ്രധാനമന്ത്രി വരിക, കേന്ദ്ര ആരോഗ്യമന്ത്രി പോകല്ലേ ശ്രീ സുരേഷ്? ആശുപത്രിക്കകത്ത്, ഒരു സാധാരണ ആശുപത്രിക്കകത്ത് സുരേഷിന് വേണ്ടപ്പെട്ട ഒരാൾ ആശുപത്രിയിൽ ICUവിൽ കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പാലിക്കുന്ന മര്യാദ ഡോക്ടർമാർ പറയുന്നു. അവർ ഈ ഘട്ടത്തിൽ അല്ലെങ്കിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കണ്ടേ? എനിക്ക് അനുവദിച്ച സമയം എനിക്ക് തന്നെ തന്നു കഴിഞ്ഞാൽ എനിക്കത് വ്യക്തമാക്കാൻ പറ്റും. ഒന്ന്, 1 മിനിറ്റാണ് ഉത്തരം പറയാനുള്ളത്. ആ സമയത്തിനകത്ത് വേറെ എന്ത് ഉത്തരം പറഞ്ഞാലും ഞാൻ അത് മാത്രമല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പാനൽ ചർച്ച ആവശ്യമില്ലല്ലോ. ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല ഡോക്ടർ ലാൽ. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയും പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന പോലെ ഉത്തരം തരാൻ പറ്റില്ല. എനിക്ക് എന്റെ പാർട്ടിയുടെ നിലപാടേ പറയാൻ പറ്റൂ. അത് കേൾക്കാനുള്ള ക്ഷമ. പക്ഷേ അതിനൊരു സമയപരിധിയുണ്ട്. നിങ്ങൾ എനിക്ക് അനുവദിച്ച 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അതിനിടയിൽ 3 മിനിറ്റ് പ്രസംഗിക്കില്ല. 1 മിനിറ്റ് തന്നിരിക്കുന്നു. എന്റെ പോയിന്റ് എന്ന് പറയുന്നത്, പുല്ലുമേട് ദുരന്തം ഉണ്ടായപ്പോൾ ഇതുപോലെ ആരും ഓടിയെത്തിയില്ല. അതുപോലെ തന്നെ ആവണം ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായപ്പോഴും എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ചടുലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹം നേരിട്ട് ആ സ്ഥലത്ത് വന്നു. അവിടെ ICU യൂണിറ്റിൽ കയറുന്ന സമയത്ത് വേണ്ട സുരക്ഷിതത്വത്തെക്കുറിച്ച് നോക്കേണ്ടത് ഡോക്ടർമാരും മെഡിക്കൽ കോളേജ് അതോറിറ്റിയുമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ആരൊക്കകത്ത് കയറണം, SPG പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അതിന് പകരം വേറെ ആൾക്കാർ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇന്ന് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ച DGP ആണ്. ശരി, ഡയറക്ടർ ആണ് ഉത്തരവാദി, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ആണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അവർ അതിനകത്തേക്ക് മറ്റുള്ളവരെ പ്രവേശിപ്പിക്കരുതായിരുന്നു. ദുരിതാശ്വാസത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അവർ പോയി പ്രധാനമന്ത്രിയെ തടയണമായിരുന്നു. ഇതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? നടക്കുന്നതാണോ ഇതൊക്കെ? അവിടെയാണ് പ്രശ്നം. DGPക്കും പോലീസിനും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ, മുഖ്യമന്ത്രിക്കും
ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത രീതിയിലാണ് VVIP സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കൂടെ പോകാതെ തരമില്ല, പ്രോട്ടോക്കോൾ വേണ്ടാന്ന് പറഞ്ഞാലും. അപ്പോൾ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി എല്ലാം ചെയ്തു എന്ന് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു, ശരി. എന്നാൽ ആ സമയത്ത് ഈ കൂടെ പോയിരുന്നില്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാമായിരുന്നില്ലേ എന്ന പോസിറ്റീവായിട്ടുള്ള ചോദ്യമാണ് എൻ്റെത്. അതുതന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഈ സാധാരണ ഈ വിഷയം വരുമ്പോൾ നമ്മളിപ്പോൾ ചർച്ച വഴിമാറിപ്പോവാണ്. ഇന്നെന്താ അവിടെ അവസ്ഥ എന്നറിയോ? അവിടെ 200 വീട് തകർന്നു, ആ വീട്ടിൽ ആർക്കും താമസിക്കാൻ കഴിയുന്നില്ല, കിണറുകൾ അശുദ്ധമാണ്, ഭീതിയുണ്ട്, അവിടെ ചികിത്സ കിട്ടുന്നില്ല, 5000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല, ആശുപത്രികളിൽ പ്രശ്നം, സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഇറക്കി വിടുന്ന പ്രശ്നം, നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങിക്കൊടുക്കുന്ന പ്രശ്നം, സ്വകാര്യ ആശുപത്രി ചികിത്സ സൗജന്യമാക്കൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സർക്കാർ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊന്നും ചെയ്യാതിരിക്കുകയാണ്. അന്ന് അപകടം വന്നു, ആ അപകടം അശ്രദ്ധ മൂലമാണ്. നമ്മൾ നോക്കിയേ, ഇതിൻ്റെ പോലീസുകാർ മരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിൽ എത്ര പോലീസുകാർ മരിച്ചു? യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ അത് നിയന്ത്രിക്കാനും റൂൾ ഓഫ് ലോ ഉണ്ടല്ലോ, ലോ ആൻഡ് ഓർഡർ ഉണ്ടല്ലോ, അത് പാലിക്കാൻ ബാധ്യസ്ഥരായ പോലീസുകാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് വിഷയം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിനകത്ത് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ന് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ശുപാർശകൾ നടത്തി, കുറ്റക്കാരെ പോലീസുകാരാണെന്ന് പറഞ്ഞു. പോലീസുകാർ പറയുന്നു തഹസീൽദാരും മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവർ ഇടപെട്ട ഘട്ടങ്ങളിൽ ഇടപെട്ടില്ല. ആരോഗ്യവകുപ്പ് ഈ രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തുന്നു. പോലീസ് മേധാവി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് വേറെ രീതിയിലും പറയുന്നു. കോടതി തന്നെ പറഞ്ഞു ഇന്ന് ഈ ഭാരവാഹികൾ ആരും ഇതിനകത്ത് അപകടപ്പെട്ട് കണ്ടില്ല. ഇന്ന് ദീപു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഭാരവാഹികൾ മാറിയിരുന്ന് ഫോണിലൂടെ കാര്യങ്ങൾ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ശരിവെക്കുന്നതാണ്. പോലീസ് വഴികാട്ടി നടക്കുകയുമായിരുന്നു. ഒരു നടപടിയും ഒരിടത്തുമില്ല. ഇപ്പോൾ ശ്രീ PM മനോജ് പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രശ്നം വേറെയാണ്. അവിടെയുള്ള വീടുകൾ നഷ്ടപ്പെട്ടവർ, ദുരിതാശ്വാസം കിട്ടുമെന്ന് കരുതി വില്ലേജ് ഓഫീസിൽ പോകുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വേറെ. എന്ത് കാര്യത്തിലാണ് ഒരു കൃത്യമായ മറുപടി നടപടി? ആർക്കെതിരെയാണ് ഈ കുറ്റങ്ങൾക്കുള്ള നടപടി എടുത്തിട്ടുള്ളത്? ലാലിത് പറയുമ്പോൾ നമ്മൾ നടക്കുന്ന കാര്യങ്ങളെ കാണാതെ പോകരുത്. മിനിഞ്ഞാന്ന് ക്യാബിനറ്റ് കൂടിയതിന് ശേഷം ഇന്നലെ 3 അംഗ മന്ത്രിസഭയുടെ ഉപസമിതി അവിടെ പോവുകയും അവിടെ സിറ്റിംഗ് നടത്തുകയും അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക്, വീട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചായാലും അശുദ്ധമായ കിണറുകളെ സംബന്ധിച്ചായാലും ഒക്കെ അവിടെ പഠനം നടത്തുകയും അവിടെ വേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ എല്ലാ കിണറുകളും, ആ പ്രദേശത്തുണ്ടായ കിണറുകളിലെല്ലാം മലിനമാണ്. അത് ഇറക്കുന്നതിന് മുനിസിപ്പാലിറ്റി ചുമതലപ്പെടുത്തി. അത്തരത്തിൽ വീടുകളിൽ നാശനഷ്ടങ്ങൾ നോക്കിക്കണ്ട് റവന്യൂ മിനിസ്റ്ററും ആരോഗ്യമന്ത്രിയും കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള ശ്രീ ഷിബു ബേബിയും അടങ്ങുന്ന ഉപസമിതിയോടെ പോയി. അവരുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്പം ദുരന്തമുണ്ടായതിന് തൊട്ടടുത്ത ദിവസം, അതായത് ഞായറാഴ്ച വെളുപ്പിനാണ് ഉണ്ടാകുന്നതെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തിനകം 20 കോടി രൂപ സർക്കാർ ഇത് റിലീസ് ചെയ്യുകയും അതിൽ 10 കോടി രൂപ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ കൊല്ലം ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്തു. ശ്രീ KM എബ്രഹാം പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിനാൻസ് ആണ് അത്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തു. ഇത് ഒപ്പം ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ ചില ചെറിയ ശരീരത്തിന്റെ ഭാഗങ്ങൾ വ്യക്തമായി കാര്യം. ശ്രീ ജ്യോതികുമാർ, അതായത് അങ്ങേക്ക് ഇഷ്ടമുള്ള ചില റിപ്പോർട്ടുകൾ വരാൻ കാത്തിരിക്കുന്നു. ഈ മന്ത്രിസഭാ ഉപസമിതിയുടെയൊക്കെ സന്ദർശനം നേരത്തെ വന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അവിടെ പോയി കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ വില കുറച്ച് കാണുന്നത് എന്തുകൊണ്ടാണ്? അവർക്കാണ് നിയമം പാലിക്കാനുള്ള ഉത്തരവാദിത്തം. അവരുടെ ഇടയിലാണ് എക്സ്പെർട്ടുകൾ ഉള്ളത്, വിദഗ്ധർ ഉള്ളത്. അവർ പോയി കണ്ടെത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ മേൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ നിങ്ങളിങ്ങനെ ചവറ്റുകുട്ടയിലേക്ക് മാറ്റി വേറെ ചില റിപ്പോർട്ടുകൾ കൊണ്ടുവരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടറാണ് അവിടുത്തെ ഉത്തരവാദിത്തം, അതിൻ്റെ എക്സ്പെർട്ട്. അവിടുത്തെ ഡോക്ടർമാരാണ് എക്സ്പെർട്ട്, പോലീസുകാരാണ് ദുരിതാശ്വാസം അല്ലെങ്കിൽ ആ സേവനങ്ങൾ നടത്താൻ നേതൃത്വം കൊടുക്കുന്നതിൽ എക്സ്പെർട്ടുകൾ. അവരെയൊക്കെ അവരുടെ റിപ്പോർട്ടുകളും അവരുടെ അഭിപ്രായങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലുത്, രാഷ്ട്രീയ നേതാക്കളുടെ സന്ദർശനം വലുത്, അതല്ലെങ്കിൽ നിങ്ങൾ പോയി വേറെ ചില റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതാണ് വലുത്. അത് എത്രത്തോളം ശരിയാകും? ഈ വിദഗ്ധരായിട്ടുള്ളവരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ മാനിക്കാത്തത് എന്തുകൊണ്ട്? അല്ല, ലാലി പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ലാലി മറന്നു പോകരുത്. ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഏതിലാണ് ഞങ്ങൾ ഇൻഡയറക്റ്റായി ഞങ്ങൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്? ഒന്നും തയ്യാറാക്കുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെ സംബന്ധിച്ച് വിരുദ്ധ അഭിപ്രായങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ചോദിക്കും. അല്ലെങ്കിൽ തന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാനോ നിങ്ങളോ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മാത്രം ഇരുന്നുകൊണ്ട് ഇതിനകത്ത് കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയുമോ? ഉപചോദ്യങ്ങളായതുകൊണ്ട് എനിക്കൊന്ന് ഇടപെടാം. ശ്രീ ജ്യോതികുമാർ, മുഖ്യമന്ത്രിക്ക്
അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ പ്രധാനമന്ത്രി വന്നപ്പോൾ ഉണ്ടായ ആശ്വാസം എന്താണ്? രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായ ആശ്വാസം എന്താണ്? അല്ല എന്താ ആശ്വാസം? ഞാൻ ചോദിക്കട്ടെ, ഒരു അത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന ദുരന്ത ഭൂമിയിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വരിക, ഒപ്പം പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വരിക, അവർ വന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക, അവിടുത്തെ സമൂഹത്തിന് ഒരു ധൈര്യം നൽകുക, ഇതൊക്കെ അതാണ് നിങ്ങളുടെ ആശ്വാസം? അല്ല, അത് മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ അതിനോടൊപ്പം ഇരിക്കുന്നു. ഒപ്പം പിന്നെ ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി അവിടുന്ന് വന്നത് വിദഗ്ധ പിന്നെ ചികിത്സകരെ കൊണ്ടാണ് വന്നത്. അത് ചെറുതായി കാണാൻ പറ്റുമോ? അദ്ദേഹം അവിടുന്ന് AIMS നിന്ന് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഈ പ്രധാനമന്ത്രി തന്നില്ല. ഈ നിങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്. ഇത്ര വലിയ കാര്യമാണെങ്കിൽ ഇതെന്താണ് അന്തർദേശീയമായി പ്രഖ്യാപിക്കാനാണോ കാത്തിരിക്കുന്നത്? അല്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാ നിലപാടും. നിങ്ങൾക്ക് ആശ്വാസം തന്നെയാണ് ഇപ്പോൾ. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എന്തിനാ രാഷ്ട്രീയം കാണുന്നത്? വീണ്ടും എനിക്ക് രാഷ്ട്രീയം ഇതിനകത്ത് പറയാൻ സാധിക്കില്ല. ശ്രീ സുരേഷ്, എവിടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇപ്പോഴും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല? ഇത്രയധികം വികാരം കൊള്ളുന്ന പ്രധാനമന്ത്രി ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ട് കേരളം കൂടുതൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. മറ്റൊന്ന്, ഇത് ഇവിടുത്തെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. അതിനുവേണ്ടിയുള്ള എക്സ്പെർട്സിനെ ഇവിടെ കൊണ്ടുവന്നു. എയർ ആംബുലൻസ് ഇവിടെ എത്തിച്ചു. അദ്ദേഹം നേരിട്ട് വന്ന് നിരീക്ഷിച്ചു. ഇവിടെ പരിക്കേറ്റ ആർക്കും ലോകത്ത് എവിടെ കൊണ്ടുപോയും ചികിത്സ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് ചെയ്തിരുന്ന അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞാലും അദ്ദേഹം എവിടെ വന്ന് ചെയ്യണമെന്ന് പീപ്പിൾ ചാനലിനോടോ മറ്റാരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമല്ലോ. ഇത് പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ. സംസ്ഥാന പോലീസ് മേധാവി പ്രധാനമന്ത്രിയെ ചെന്ന് തടയണമെന്നല്ല പറയുന്നത്. പ്രധാനമന്ത്രിയോടൊപ്പം അനാവശ്യമായിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് തടയാനുള്ള ഉത്തരവാദിത്വം അത് ചെയ്യാൻ കഴിയില്ലാത്ത കൂടെ നിൽക്കാൻ വേണ്ടി അങ്ങനെയൊന്നല്ല. പ്രധാനമന്ത്രിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ കൂടെ അല്ലല്ല സുരേഷ്, അല്ലല്ല ഡോക്ടർ ലാൽ ഇന്നിപ്പോ പ്രസ്താവന നടത്തിയ ഡോക്ടറെ പോലും ഡയറക്ടറെ പോലും 10 മിനിറ്റിനകത്ത് പിൻവലിപ്പിക്കാൻ സാധിച്ച നിങ്ങളെപ്പോലുള്ളവർ, നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ തടയുമോ? ഡോക്ടർ ലാൽ, ഇതില് സുരേഷോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല. അവിടെ ആരൊക്കെയാണ് അവിടെ ലൈനപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ പോലീസ് സംവിധാനവും SPGയും തീരുമാനിച്ചിട്ട് ലൈനപ്പ്, ഗവർണർ മുതൽ ആരൊക്കെയാണ് പ്രധാനമന്ത്രി വരുമ്പോൾ ലൈനപ്പ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച പ്രകാരമാണ് സുരേഷ് അവിടെ നിന്നത്. അല്ലാതെ മാത്രമല്ല സുരേഷ് തടയേണ്ടവർ തടയണമെന്ന് നേരത്തെ സുരേഷ് പറഞ്ഞല്ലോ. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് തടയേണ്ടതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ മേധാവിയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ ആര് തടയും? നിങ്ങൾ ഇപ്പൊ കണ്ണുരുട്ടി കാണിച്ചപ്പോൾ പിൻവലിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ബേൺ ICUവിൽ ഞങ്ങൾ കയറിയിട്ടില്ല. ആ ബേൺ ICUവിൽ കയറുന്നതിന് മുമ്പ് അവരുടെ ഷൂസ് ഒക്കെ കെട്ടിപ്പൊഴിയുക, അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബേൺ ICUവിൽ കയറിയത് സുരക്ഷിതത്വ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ്. അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് അതൊക്കെ റിമൂവ് ചെയ്തത്. അതുപോലെ അല്ല, ഇത് കേൾക്കണം. ICUവിൽ കയറുന്ന സമയത്ത് വേണ്ട സുരക്ഷിതത്വങ്ങൾ പാലിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം, പ്രധാനമന്ത്രി വന്നതും ആ ദിവസം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും ഈ നാട് മുഴുവൻ അംഗീകരിച്ചതാണ്. അല്ലാതെ യെച്ചൂരി വന്നതിന് ശേഷം മാത്രമേ പ്രധാനമന്ത്രി വരാവൂ എതിർപ്പില്ല. ഇവർക്കൊക്കെ വേണമെങ്കിൽ വന്ന് ഗവർണറുടെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഇരുന്നോ പോലും വേണമെങ്കിൽ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാം. പക്ഷേ അവർ തീരുമാനിക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് കൊടുക്കുക. പോലീസിന്റെ അവർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ പ്രശ്നം. ശ്രീ PM മനോജ്, അല്ല, എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തന്നെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം.
ശ്രീ സുരേഷ് അവിടെ ഈ അപകടത്തിൽപ്പെട്ട് വല്ലാത്ത വിഷമം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ അങ്ങനെ ചെയ്യുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. അദ്ദേഹത്തിന് ഈ ബേൺ ICUവിൽ കയറണ്ടേ അല്ലെങ്കിൽ പുറത്ത് നിൽക്കണോ എന്ന് തീരുമാനിക്കാനും അതുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കൺഫ്യൂഷൻ ഉണ്ടായില്ല. അല്ലല്ല ഞാൻ നിങ്ങൾ പറയുമ്പോൾ അതായത് നമുക്ക് മൊത്തം കൺഫ്യൂഷൻ. പോലീസിന് അവിടെ പോകണോ ഇവിടെ പോകണോ, രാഹുൽ ഗാന്ധി വരുമ്പോൾ പോകണോ അല്ല പ്രധാനമന്ത്രി വരുമ്പോൾ പോകണോ അതല്ല മുഖ്യമന്ത്രിയുടെ കൂടെ പോകണോ എന്ന് മാത്രമല്ല, നമ്മൾ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വിഷമകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ദുരന്തം നടന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ രമേശ് ചെന്നിത്തല, അദ്ദേഹം നേരെ ദുരന്ത സ്ഥലത്തേക്കല്ല പോയത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൽ പോയി തനിക്ക് വിജയം ഉണ്ടാക്കാൻ തുലാഭാരം നടത്തിയതിന് ശേഷമാണ് ഈ ദുരന്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇതാണ് ഇവരുടെ ഇവരോട് ക്ഷേത്രത്തിൽ പോകണം എന്തിന്? സ്വന്തം വിജയം ഹരിപ്പാട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തുലാഭാരം നടത്തി 75 കിലോ 76 കിലോ മറ്റോ പഞ്ചസാരയാ തൂക്കി. അല്ല, അപ്പോൾ അദ്ദേഹം രാവിലെ നിങ്ങൾ രണ്ടും ഞാൻ ഒരു കോൺട്രഡിക്ഷനും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല തുലാഭാരം നടത്തി പോയ അത്ര ലാഘവത്തോടെയാണ് ഈ ഗവൺമെന്റ് ഇത് കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞിടത്ത് നിൽക്കുകയാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെ ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കാം, എങ്ങനെ ചികിത്സ നൽകാം, എങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ അവർക്ക് ലഭ്യമാക്കാം എന്ന് പരിശ്രമിക്കുക, എന്ന് ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഇതുപോലുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഈ മുഖ്യമന്ത്രി കൂടെ പോകേണ്ടി വരുന്നു, മുഖ്യമന്ത്രിയുടെ സമയം അപഹരിക്കപ്പെടുന്നു, പോലീസ് കൂടെ പോകുന്നു, അവരുടെ സമയം അപഹരിക്കപ്പെടുന്നു, അവരുടെ ശ്രദ്ധ മാറുന്നു. ആ ശ്രദ്ധ മാറാനുള്ള ഒരു സാഹചര്യം പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. തീർച്ചയായും നരേന്ദ്രമോദി ഇവിടെ വന്നു, കേരളത്തോടുള്ള സ്നേഹം ഒക്കെ നമുക്ക് അംഗീകരിക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് മോഡി മാത്രം വന്നാൽ എങ്ങനെ ഞാനും വരട്ടെ എന്ന് രാഹുൽ ഗാന്ധി അംഗീകരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ അതിൽ കാണേണ്ടത് അദ്ദേഹത്തിന് ദേഷ്യം വരികയായിരിക്കും. സെൽഫി എടുക്കാനുള്ള അവസരമായി ഒരു ദുരന്തത്തെയും ഒരാളും കാണാൻ പാടില്ല. അല്ല, ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ക്ഷേത്ര ദർശനം നടത്തി എന്ന് പറയുന്നത് തെറ്റായിട്ടൊന്നും ആരും കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ വരുന്നതിനേക്കാൾ ഏറ്റവും മുമ്പേ കൊല്ലം ജില്ലയിലുണ്ടായിരുന്ന CPM ജില്ലാ സെക്രട്ടറി വരുന്നതിനേക്കാൾ മുമ്പേ ആഭ്യന്തരമന്ത്രി അവിടെ എത്തി. അത് നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ പറയുന്നു ആഭ്യന്തരമന്ത്രി എത്തിയതുകൊണ്ട് അല്ലെങ്കിൽ VIPs വരുന്നത് കൊണ്ടും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം ഹരിപ്പാട്ട കാര്യം ശ്രീ PM മനോജ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ അത് കൊണ്ടുവന്ന് ജനങ്ങളെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. അത് വന്നു. ഞാൻ അത് അങ്ങനെ തന്നെ പറയുന്നു. ശ്രീ ജ്യോതികുമാർ പക്ഷേ ഉത്തരം പറയാതെ പോകുന്നതും ഒരു പ്രശ്നമാണല്ലോ. ഈ കാര്യത്തിനകത്ത് ഇപ്പോഴും നാളെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ, ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരാതിരിക്കട്ടെ, പക്ഷെ അവിടേക്ക് നിങ്ങൾ ഇങ്ങനെ തള്ളിക്കയറുന്ന ഒരു സാഹചര്യം ഭാവിയിലെങ്കിലും ഉണ്ടാക്കുന്നത് ഒരു രാജ്യത്തിലും നടക്കാത്തതാണ്, ഒരു ആശുപത്രിയിലും അനുവദിക്കാത്തതാണ്. നിങ്ങളെ പേടിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സമ്മതിച്ചേക്കും. ഇല്ല, ഇതൊന്നും ആ ദുരന്തവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായ ഒരു വലിയ വിഷയങ്ങളൊന്നുമല്ല. ഈ സംഭവത്തെ സംബന്ധിച്ച് വളരെ ഒരു ആക്സിഡൻ്റലായി ഒരു DHS ഒരു കമൻറ്റ് പറഞ്ഞു പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ അത് 2 മണിക്കൂർ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള വിഷയമില്ല. അദ്ദേഹത്തിന് പറ്റിയ പിഴവ്, അദ്ദേഹത്തിന് പറ്റിയ നാവിനുണ്ടായ പിഴവ് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തതല്ല പിഴവ്. അല്ല, ലാൽ ആദ്യം മുതൽ പറയുന്നത് ഇത് ആരോ നിർബന്ധിപ്പിച്ചാണ് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തു കൊടുപ്പിച്ചതെന്നാണ്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് ലാൽ പറയുന്നത്? എന്താണ് അതിന് അടിസ്ഥാനം? ഒരു സാധാരണ യുക്തി മാത്രമാണ്. ഒരു DHS അദ്ദേഹം എന്നും പത്രക്കാരെ കാണുന്ന ആളല്ല. അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് അദ്ദേഹം തന്നെ തിരുത്തി. അതിലെന്താ തെറ്റ്? ശരി, ശ്രീ ഡോക്ടർ സന്തോഷ് കുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അങ്ങയിലേക്ക് തന്നെ പെട്ടെന്നൊരു 10 സെക്കൻഡ് എടുത്ത് അങ്ങ് പറയുകയാണെങ്കിൽ, ഭാവിയിലെങ്കിലും ആശുപത്രികളിൽ ഇത്തരം ദുരന്തമുണ്ടാകുമ്പോൾ VVIPകൾ പാലിക്കേണ്ട ചില സാഹചര്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി സൂചിപ്പിച്ചാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്തെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അത്യാഹിതം എന്ന് പറയുന്നത്, മെഡിക്കൽ അത്യാഹിതം പ്രത്യേകിച്ചും, ഇവിടെ ഏത് സമയത്തും ഏത് അർദ്ധരാത്രിക്കും എപ്പോഴും വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ചില പ്രോട്ടോക്കോൾസ് ഉണ്ട്, മെഡിക്കൽ പ്രോട്ടോക്കോൾസും സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസും, ഇതെല്ലാം പ്രോട്ടോക്കോളാണ്. അങ്ങനെ ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റ്, എമർജൻസി അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വിവരിക്കുന്ന പ്രോട്ടോക്കോൾസ് പാലിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ
നമ്മൾ പാലിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ലെങ്കിൽ പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഈ സംസ്ഥാനത്ത് എന്ത് നടന്നാലും അത് പൊളിറ്റിക്സിലേക്ക് പോകും. അതുകൊണ്ട് ആ പൊളിറ്റിക്സ് പോകുമ്പോൾ ആൾക്കാരുടെ ആരോഗ്യം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകാതിരിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റിന് ഉണ്ടാകാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കും. പരവൂർ ദുരന്തത്തിന്റെ തുടക്കം മുതൽ തന്നെ, ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ തുടങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് പിന്നീട് ദുരിതാശ്വാസം നടക്കുമ്പോഴും രാഷ്ട്രീയം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ, അത് എവിടെയെങ്കിലും ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന, ജീവനെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഇടയിൽ അവർക്ക് സേവനം നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ടി സുരേഷ് കുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ PM മനോജ്, ശ്രീ സുരേഷ്. പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാറി നിൽക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു.